മത്സരിച്ചാൽ എന്താകും സാഹചര്യം? शाहजादे वायनाड में हारने वाले हैं और हार के डर से जैसे ही वायनाड में मतदान समाप्त होगा वो तीसरी सीट खोजने लग जाएंगे और अब दूसरी सीट पर भी उनके सारे चेले चपाटे कह रहे थे अमेठी आएंगे, लेकिन अमेठी से भी इतने डर गए वहां से भागकर अब रायबरेली में खोज रहे हैं रास्ता। ये लोग घूम कर सबको कहते हैं डरो मत। मैं भी आज उन्हें कहता हूं और बड़े जी भर के कहता हूं, अरे डरो मत, भागो मत। രാഹുൽ ഗാന്ധിയുടെ ഇപ്പോൾ റായ്ബറേലിയിലെ മത്സരം ഇന്ത്യ മുന്നണിയുടെ സാധ്യതകൾ വൻതോതിൽ വർദ്ധിപ്പിക്കും. ഞങ്ങൾ തന്നെ അഭിപ്രായം അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. സംഘടനാ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലായിട്ട് ഞാൻ തന്നെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. മത്സരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കലാണ്. അതിനെ ഇടതുപക്ഷം സ്വാഗതം ചെയ്യാണ് വേണ്ടത്. അവർക്കും വേണ്ടത് ഇന്ത്യ മുന്നണിയുടെ സാധ്യത കൂടുകയല്ലേ. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. അമേഠിയിൽ ജയിക്കുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ റായ്ബറേലിയിൽ നിന്ന് BJPയോട് നേർക്കുനേർ പോരാടാൻ രാഹുൽ ഗാന്ധി. ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന ഷുവർ സീറ്റിൽ മത്സരിക്കാനുള്ള തീരുമാനം വന്നത് നാമനിർദ്ദേശ പത്രിക നൽകാൻ ഏതാനും മണിക്കൂർ മുൻപ് മാത്രം. BJPക്കെതിരെ നേർക്കുനേർ മത്സരിച്ചില്ലെങ്കിൽ പേടിച്ചോടുകയാണെന്ന പരിഹാസം കേൾക്കേണ്ടി വരുമെന്നതിനാൽ വയനാട് അല്ലാതെ റായ്ബറേലിയിലും രാഹുൽ ഇറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. രണ്ടാം സീറ്റ് തേടി അലയുകയായിരുന്ന രാഹുൽ അമേഠിയിലും തോൽവി ഭയന്ന് റായ്ബറേലിയിൽ എത്തിയെന്ന് പരിഹസിച്ച് നരേന്ദ്രമോദി. വയനാടിനെ രാഹുൽ വഞ്ചിച്ചെന്ന് കേരളത്തിൽ BJPയും LDFും. തെരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പരിഹാസത്തിനിടയിലും രാഹുലിന്റെ രണ്ടാമത്തെ മത്സരം ഇന്ത്യ സഖ്യത്തിന് കരുത്തേകുന്നതോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ BJP വക്താവ് ശ്രീ യുവരാജ് ഗോകുൽ, കോൺഗ്രസ് വക്താവ് ശ്രീ അനിൽ ബോസ്, മാധ്യമപ്രവർത്തകൻ ശ്രീ ഷാജി ജോസഫ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ അനിൽ ബോസ്, എന്തുകൊണ്ട് അമേഠി ഇല്ല, റായ്ബറേലി തെരഞ്ഞെടുത്തു രാഹുൽ? കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്നും അവരെവിടെയൊക്കെ മത്സരിക്കണമെന്നും തീരുമാനിക്കുന്ന ഞങ്ങളുടെ പാർട്ടിയില്ലേ? ഞങ്ങളുടെ പാർട്ടിക്ക് അതിനുള്ള മൗലികമായ അവകാശമില്ലേ? മറ്റുള്ള ആളുകളുടെ ഇച്ഛയ്ക്കും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് ഞങ്ങൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുമോ? എന്താ മഞ്ജുഷ് ഉദ്ദേശിക്കുന്നത് ആ ചോദ്യം കൊണ്ട്? രാജ്യത്ത് ഭരണഘടന നൽകുന്ന അവസരം ഉപയോഗിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് അദ്ദേഹം മത്സരിച്ചത്. ഇക്കുറിയും രണ്ടിടത്ത് മത്സരിക്കാൻ തന്നെയായിരുന്നു തുടക്കം തൊട്ട് തീരുമാനം. ഇവിടെ എന്താ ഇന്നലെ വരെ നടന്ന ചർച്ച? ഇന്നലെ സകല മാധ്യമപ്പടയും അമേഠിയിൽ പോയി അദ്ദേഹത്തിന്റെ ബോർഡുകൾ, അദ്ദേഹം അവിടുത്തെ പാർട്ടി ഓഫീസുകളുടെ മുഴുവൻ കാര്യങ്ങൾ എടുത്തതിന് ശേഷം പറഞ്ഞാൽ ഇവിടെ യുവരാജാവിന് മാത്രമേ മത്സരിക്കാൻ കഴിയൂ, ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് ഇവിടെ മത്സരിക്കാൻ അവസരമില്ലേ എന്നാണ് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും ഇന്നലെ ചോദിച്ചത്. അമേഠിയിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് ഇവിടുത്തെ യാതൊരു പാർട്ടി പ്രവർത്തകർക്കും ഒരു കാലത്തും ഈ കുടുംബമുള്ളതുകൊണ്ട്, യുവരാജാവ് മത്സരിക്കുന്നത് കൊണ്ട് മറ്റൊരു പാർട്ടിക്കാരന് അവസരമില്ല എന്ന് ഇന്നലെ ആക്ഷേപിച്ച മാധ്യമങ്ങൾ ഇന്ന് രാവിലെ ചുവടുമാറ്റുന്നതിന്റെ പൊളിറ്റിക്സ് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു? അല്ല, ഇക്കാര്യത്തിൽ അമേഠി രാഹുൽ തീരുമാനിച്ചത് ഒറ്റ കാരണം കൊണ്ടായിരുന്നു. ആ തീരുമാനമെടുത്തത് രാഹുൽ ഗാന്ധിയുമാണ്. കാരണം ഗാന്ധി കുടുംബത്തിന് ഈ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരം കോൺഗ്രസ് നൽകുകയായിരുന്നല്ലോ. അതിനുള്ള അധികാരം അവർക്കാണ്. ആ കുടുംബം തീരുമാനിക്കട്ടെ എന്ന് നേരത്തെ തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ അങ്ങനെ തീരുമാനിക്കുമ്പോൾ അമേഠിയിൽ ജയസാധ്യത തീരെ ഇല്ല എന്ന ഒരു വിലയിരുത്തൽ സ്വയം നടത്തുകയായിരുന്നു. അങ്ങനെ അമേഠി വേണ്ട എന്ന് തീരുമാനിക്കുന്നു. റായ്ബറേലി എന്നത് ഒരു ഷുവർ സീറ്റാണ്. അതിപ്പോൾ വടക്കേ ഇന്ത്യയിൽ മുഴുവനായി നോക്കുകയാണെങ്കിൽ പോലും കോൺഗ്രസിന്റെ ഏക ഷുവർ സീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം റായ്ബറേലി. ഉത്തർപ്രദേശിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എടുത്താലും. അതുകൊണ്ട് രാഹുൽ അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു. സിമ്പിൾ, ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, അവിടെയാണ് മഞ്ജുഷിനൊക്കെ തെറ്റുപറ്റുന്നത്.
ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി ആണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാവുന്ന മണ്ഡലമാണ് അമേഠി. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഈ ചർച്ചയിലിരുന്ന് പറയല്ലേ, അത് നോമിനേഷൻ കൊടുത്തതല്ലേ ഉള്ളൂ. കിഷോരി ലാൽ അമേഠിയിൽ നിന്ന് MP ആയി വരും. നമുക്ക് പേഴ്സണലായിട്ട് ഒരു ചലഞ്ച് ചെയ്യാം. താങ്കൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറാണോ? പേഴ്സണലായി നമുക്ക് ചലഞ്ച് ചെയ്യാം. രാഹുൽ ഗാന്ധി വേണ്ട അവിടെ ജയിക്കാൻ, രാഹുൽ ഗാന്ധി വേണ്ട അവിടെ ജയിക്കാൻ. വളരെ കൃത്യമാണ് പാർട്ടി നടപടി, പാർട്ടി തീരുമാനം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടല്ലേ. രാജീവ് ഗാന്ധി മത്സരിക്കുമ്പോൾ, സോണിയാഗാന്ധി മത്സരിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ ജനറൽ കൺവീനറായി ബൂത്ത് ടു ബൂത്ത് ഡയറക്റ്റ് കണക്ഷനുള്ള സകല പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച റായ്ബറേലിയിലും അമേഠിയിലും, പ്രത്യേകിച്ച് അമേഠിയിൽ രാജീവ് ഗാന്ധിയുടെ കാലം തൊട്ട് അതിന്റെ ഗ്രൗണ്ട് ലെവലുള്ള പാർട്ടി പ്രവർത്തകരുമായി ഹൃദയബന്ധമുള്ള ഒരാളെ ഞങ്ങൾ ഇറക്കുന്നത് അദ്ദേഹം മതി അവിടെ ഞങ്ങൾക്ക് ജയിക്കാൻ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ പരിഹാസം കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. രാഹുൽ ഗാന്ധി പേടിച്ചോടുകയാണ് എന്നുള്ള പരിഹാസം കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്മൃതി ഇറാനി പുറകെ നടന്ന് വെല്ലുവിളിക്കുകയാണ്, നേരിട്ട് എന്നോട് ഏറ്റുമുട്ടാൻ തയ്യാറുണ്ടോ രാഹുൽ എന്ന്. ആ വെല്ലുവിളി അങ്ങ് ഏറ്റെടുത്താൽ പോരായിരുന്നു? അത് ഇന്ത്യ സഖ്യത്തിന് ഊർജ്ജം പകരുന്ന ഒന്നായി മാറില്ലായിരുന്നോ? അത് ഈ വാക്കിന് പൊട്ട് ചെവി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയും സ്മൃതി ഇറാനിയും കൂടെ നിങ്ങൾ ഒരു തുലാസി തൂക്കാതെ എന്നെ കൊണ്ട് കടത്തി പറയാൻ ഇടയാക്കല്ലേ. മനസ്സിലായില്ലേ? എന്നെ കൊണ്ട് കടത്തി പറയാൻ ഇടയാക്കരുത്. രാജ്യചരിത്രത്തിൽ ആദ്യമൊന്നും അല്ല ഒരു രാഷ്ട്രീയ നേതാവ് ഒന്നിലധികം മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നത്. അപ്പം വെല്ലുവിളി ഇപ്പൊ നിങ്ങൾ അപഹസിക്കുന്നു എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി എതിർക്കുന്നത് എന്തുകൊണ്ട് അമേഠിയിൽ എനിക്കെതിരെ മത്സരിക്കാൻ തയ്യാറല്ല എന്നുള്ള സ്മൃതി ഇറാനിയുടെ ചോദ്യം അതാണ്. അല്ല മഞ്ജുഷേ, നമുക്ക് പല ആളുകളെയും വെല്ലുവിളിക്കുക. എന്തുകൊണ്ട് പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്നില്ല? എനിക്ക് ചോദിക്കരുത്, വീട്ടിലുണ്ട് വല്ല മുടക്കമുണ്ടോ എനിക്ക് ചോദിക്കുന്നതിന്? ആനി രാജയ്ക്ക് എന്തുകൊണ്ട് പോയി സ്മൃതി ഇറാനിക്കെതിരെ മത്സരിച്ചുകൂടാ? BJPക്കെതിരെയുള്ള പോരാട്ടമല്ലേ? എനിക്ക് ചോദിക്കരുത് ഈ ചർച്ച ചെയ്യുന്നുണ്ട്. ആർക്കും എന്തും ചോദിക്കാമല്ലോ. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഫ്യൂച്ചർ പൊളിറ്റിക്സ് നോക്കിയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. മനസ്സിലായില്ലേ? ഒരു പാർട്ടി എവിടെ ഫ്യൂച്ചർ പൊളിറ്റിക്സ് ആണുള്ളത്? അല്ല, ഇതിൽ എന്ത് മേന്മയാണ്, ഇതിനകത്ത് എന്ത് മേന്മയാണ് ഉള്ളത്? റായ്ബറേലി തെരഞ്ഞെടുത്തതിലൂടെ എന്ത് മേന്മയാണ് കോൺഗ്രസിന് ഉള്ളത്? ഒരു സെക്കൻഡ്, അമേഠിയേക്കാൾ വേണമെങ്കിൽ രാഹുൽ അല്ലാതെ മറ്റാരെങ്കിലും മത്സരിച്ചാൽ ജയിച്ചു കയറാൻ പറ്റുന്ന മണ്ഡലമാണല്ലോ റായ്ബറേലി. അതിന്റെ പൊളിറ്റിക്സ് എന്താണ്? അതിന്റെ പൊളിറ്റിക്സ് സ്മൃതി ഇറാനിയെ പോലെ ഒരാളെ തോൽപ്പിക്കാൻ ഞങ്ങൾക്കൊരു സാധാരണ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തകൻ മതി. അതിന് രാഹുൽ ഗാന്ധിയുടെ ആവശ്യമില്ല. അതാണ് ഒന്നാമത്തെ പൊളിറ്റിക്സ്. താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനുള്ള അവസരം തരണം. മനസ്സിലായില്ലേ? അതിന്റെ ഇടയിൽ കയറി അതിന് ടേൺ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. അത് ചർച്ചയിൽ ഒരു മര്യാദയല്ല. നിങ്ങൾ പറഞ്ഞു അപഹസിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇത്രയും കാലം പിന്നെ ഇവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുതിയതായിട്ട് റായ്ബറേലി പോയപ്പോഴാണോ ഇവർ അപഹസിക്കുന്നത്? ആണോ? രാഹുൽ ഗാന്ധി എന്ത് പേരിട്ടാണ് ഇവർ വിളിച്ചിരുന്നത്? രാഹുൽ ഗാന്ധി എത്രത്തോളം മോശമായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത്? കേരളത്തിലെ CPMന്റെ ഏറ്റവും തലമുതിർന്ന, ഇന്ന് ഓർമ്മയില്ലാത്ത നേതാവ് മുതൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരെ ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, അപഹസിച്ചു. ഇപ്പൊ അത് മാറിയോ? ഇപ്പൊ അത് മാറിയിട്ട് ഇപ്പൊ എവിടെത്തി? ഇടയ്ക്ക് BJPയുടെ ഹാൻഡിലുകൾ രാവണനായി ചിത്രീകരിച്ചു ഇല്ലേ? അവര് വളരെ മോശമായി ചിത്രീകരിച്ച ഒരു പേരിൽ നിന്ന് അവർ തന്നെ മാറി രാവണനായി ചിത്രീകരിച്ചു. ഇപ്പൊ എന്താ പറയുന്നത്? രാജകുമാരൻ, യുവരാജാവ്. അപ്പം ഇന്നലെ വരെ പറഞ്ഞ ആംഗിളിൽ നിന്ന്, അപഹസിക്കലിൽ നിന്ന് അവർ തന്നെ മാറിയിരിക്കുന്നു. അതുകൊണ്ട് അവരവരുടെ ജോലി ചെയ്യട്ടെ. സംഘപരിവാറുകാരോ കോൺഗ്രസിന്റെ സ്ഥായിയായ വിരോധികളായിട്ടുള്ള ഏതെങ്കിലും ഇടതുപക്ഷക്കാരനുണ്ടെങ്കിൽ അവരാ പണി ചെയ്തോട്ടെന്ന്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി ആരാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. രാഹുൽ ഗാന്ധി എവിടെ തീരുമാനിക്കും. യുവരാജ് അൽബോസ് രാഷ്ട്രീയം പറഞ്ഞു. ഇതിൽ സ്മൃതി ഇറാനിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധിയുടെ ആവശ്യം അമേഠിയിലില്ല. അതിന് KL ശർമ്മ എന്ന കാൻഡിഡേറ്റ് മതി. അതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ എന്നാണ് അൽബോസ് പറയുന്നത്. അല്ലാതെ സ്മൃതി ഇറാനി വെറുതെ വെല്ലുവിളിച്ചുകൊണ്ട് പുറകെ നടന്നിട്ട് കാര്യമില്ല. അവിടെ ശർമ്മ പോയി സ്മൃതിയെ തോൽപ്പിച്ചോളുമെന്ന്. അൽബോസെ, ഈ നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന മറ്റൊരു നേതാവുണ്ടല്ലോ, രാഹുൽ ഗാന്ധിക്ക് ഈക്വലായിട്ട് നിൽക്കുന്ന ഒരാൾ. ഈ പ്രിയങ്ക ഗാന്ധിയോട് എൻ്റെ മാധ്യമപ്രവർത്തകർ ചുറ്റും കൂടിയിട്ട് അമേഠിയിൽ സ്മൃതി ഇറാനി മത്സരിക്കുന്നുണ്ടല്ലോ, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധി തിരിച്ചു ചോദിച്ചത് ഹൂ ഈസ് സ്മൃതി ഇറാനി എന്നാണ് പ്രിയങ്ക ഗാന്ധി ചോദിച്ചത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു തരും സ്മൃതി ഇറാനി ആരാണ് എന്നുള്ള കാര്യം. നമ്മുടെ
ഭീഷ്മ സിനിമയിൽ മമ്മൂട്ടി പറയുമല്ലോ, എന്താണ്, ഞാൻ ആരാണെന്ന് അറിയണമെങ്കിൽ ചത്തുപോയ നിന്റെ അച്ഛനോട് പോയി ചോദിക്കണമെന്ന് വില്ലൻ കഥാപാത്രത്തോട് പറയുമല്ലോ. അതുപോലെ തന്നെയാണ് പറയാനുള്ളത്. സ്മൃതി ഇറാനി ആരാണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയോട് പോയി ചോദിക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അല്ലാണ്ട് സ്മൃതി ഇറാനിയെ തോപ്പിക്കാൻ രാഹുൽ ഗാന്ധിയുടെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു ഓടോ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു ജോഡോ യാത്ര നടത്തി, പിന്നെ ഒരു ന്യായ് യാത്ര നടത്തി, ഇപ്പോൾ മൂന്നാമതൊരു ഓടോ യാത്രയുമായിട്ട് വന്നിരിക്കുകയാണ്. അമേഠിയിൽ നിന്ന് വയനാട്ടിലേക്ക്, വയനാട്ടിൽ നിന്ന് റായ്ബറേലിയിലേക്ക്. ഉത്തർപ്രദേശിൽ 80 സീറ്റുകളുണ്ട്. ഈ 80 സീറ്റുകളിൽ അവർ ആകെ 2019 ജയിച്ച റായ്ബറേലി എന്ന് പറയുന്ന സേഫ് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ പോയി ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഭീരുത്വത്തിന്റെ പൊളിറ്റിക്സ് മാത്രമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലീഡറാണ് എന്നുണ്ടെങ്കിൽ, മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവാണ് എന്നുണ്ടെങ്കിൽ തുടക്കം മുതൽ രംഗത്തിറങ്ങണമായിരുന്നു. വളരെ കൃത്യമായിട്ട് ധീരമായിട്ട് ഇറങ്ങണമായിരുന്നു. അമേഠി കഴിഞ്ഞ തവണ തോറ്റുപോയെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 5 വർഷം അവിടെ നിന്ന് പ്രവർത്തിക്കണമായിരുന്നു. സ്മൃതി ഇറാനി 2014 അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് ജോഡോ യാത്രയ്ക്കും ഓടോ യാത്രയ്ക്കും ഒന്നും അല്ല പോയത്. 5 വർഷം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്നു, പ്രവർത്തിച്ചു, ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു. അങ്ങനെയാണ് 2019 രാഹുൽ ഗാന്ധി അവിടെ തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ 5 വർഷം രാഹുൽ ഗാന്ധിക്ക് അത് ചെയ്യാമായിരുന്നു, ചെയ്തില്ല. പകരം അവരുടെ എല്ലാ കാലഘട്ടത്തിലെയും സേഫ് സീറ്റായ റായ്ബറേലിയിലേക്ക് ഒളിച്ചോടുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിന് അൽബോസ് പറയുന്നത് വേറെ ആരുമില്ല, KL ശർമ്മ അവിടെ ഉണ്ടായിരുന്നു, ഗാന്ധി കുടുംബത്തിന്റെ ഒരു പ്രതിനിധി എന്ന രീതിയിൽ. അതെ, ഇത് ഇന്നിപ്പോ ഞാനിപ്പം KL ശർമ്മയെ കുറിച്ച് വായിക്കുകയായിരുന്നു. ഇന്ത്യയിലെ മുഖ്യധാരാ പത്രങ്ങൾ, ഇപ്പം BJP അനുകൂല പത്രങ്ങളൊന്നും പറയണ്ട, ഇപ്പം ഹിന്ദു ഒക്കെ പോലെയുള്ള പത്രങ്ങൾ എൻറാമിന്റെ കീഴിലുള്ള വരുന്ന ഒന്നാണല്ലോ, BJP നിരന്തരം വേട്ടയാടുന്നതാണ്. അവർ പോലും തലക്കെട്ട് എഴുതിയിരിക്കുന്നത് ഗാന്ധി ഫാമിലി ലോയലിസ്റ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് KL ശർമ്മയെ കുറിച്ചിട്ട്. അതുകൊണ്ട് ഈ പ്രവർത്തകരുമായിട്ടുള്ള ഹൃദയബന്ധത്തെ കുറിച്ചിട്ടൊന്നും കൂടുതലൊന്നും പറയണ്ട. ഗാന്ധി കുടുംബത്തിന്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിന്റെ ഒരു അനുചരൻ, അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാളെ അറിയിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് അവർക്കത് പുറത്തല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നതിനോട് താല്പര്യമില്ലെന്നേ. അവർക്ക് തൽക്കാലത്തേക്ക് ഒരു ബലിയാടിനെ അവിടെ നിർത്തണം, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നിർത്തണം. ശരി, ഇദ്ദേഹം അത്രയ്ക്ക് വലിയ ഹൃദയബന്ധമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമേഠി ഉൾപ്പെടുന്ന മണ്ഡലങ്ങളില് 6-7 നിയമസഭാ സീറ്റുകളുണ്ടല്ലോ. എത്ര കോൺഗ്രസ് MLA-മാരെ അവിടെ നിന്ന് ജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊന്ന് പറയാമോ? അദ്ദേഹത്തിന് തന്നെ അവിടെ ഒരു MLA സീറ്റിൽ കയറി നിന്ന് മത്സരിച്ച് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുതായിരുന്നോ? എന്തുകൊണ്ട് പറ്റിയില്ല? അത്രയ്ക്ക് വലിയ ഹൃദയബന്ധങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ആദ്യം സൂചിപ്പിച്ചത് ഈ രാഹുൽ ഗാന്ധി മാത്രം ഇങ്ങനെ അമേഠിയിൽ മത്സരിക്കാതെ മറ്റ് പ്രവർത്തകർക്കും ഒരു അവസരം കൊടുക്കൂ എന്ന രീതിയിലുള്ള മുറവിളി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തവണ രാഹുൽ അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു, പകരം ഒരാളെ മത്സരിപ്പിക്കുന്നു. എത്ര വിശാല ഹൃദയരായ ആശാന്മാരാണെന്ന് അറിയാമോ? വിശാല ഹൃദയനായ ആശാൻ അമേഠി സീറ്റ് പാവപ്പെട്ട ഒരു പ്രവർത്തകന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുത്തു. 2019 തോൽക്കുന്നത് വരെ അദ്ദേഹത്തിന് അത് ഒഴിഞ്ഞു എന്നുള്ള ബോധ്യമില്ലായിരുന്നു. തോറ്റ് കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ മറ്റേ സോണിയ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഹരിശ്രീ അശോകനെ തള്ളിവിടുന്നത് പോലെ ഒരു പാവപ്പെട്ട ഹരിശ്രീ അശോകനെ ഇപ്പോൾ ഗോദയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും സോണിയ എന്നെ വന്ന് മലർത്തിക്കോളും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഇവിടെ ഇരുന്നുകൊണ്ട് ആത്മവിശ്വാസമുണ്ട്, അത് ശരിയുമാണല്ലോ. നമുക്ക് നോക്കാലോ, തെരഞ്ഞെടുപ്പല്ലേ, നമുക്ക് നോക്കാലോ. കോൺഗ്രസ് ഇത്രയും കാലവും ജയിച്ചു വന്ന സീറ്റാണ്. അമേഠി അതുപോലെയൊക്കെ തന്നെ ആയിരുന്നല്ലോ, ഇത്രയും കാലം ജയിച്ചു വന്ന സീറ്റായിരുന്നു. അവിടെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ റായ്ബറേലിയിലേക്ക് പോയിട്ടുണ്ട്. രാഹുൽ ബോസിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇവിടെ എന്താണ് രാഹുൽ ഗാന്ധിയെ ആരൊക്കെയോ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു, CPM-കാർ അധിക്ഷേപിക്കുന്നു, BJP-കാർ അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞു. നരേന്ദ്രമോദിജിയെ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത്? നിങ്ങളുടെ ഏറ്റവും വലിയ ലീഡറാണ് സോണിയാഗാന്ധി എന്ന് പറയുന്നയാള്. 2007, 2008, 2014 വരെ അവർ തന്നെ ആയിരുന്നല്ലോ എന്റെ ഹെൽമിൽ ഉണ്ടായിരുന്ന ആള്. ഈ സോണിയാഗാന്ധി നരേന്ദ്രമോദിജിയെ ഗുജറാത്തിൽ ചെന്ന് മൗത്ത് കി സൗദാഗർ എന്നല്ലേ വിളിച്ചത്? അത് അധിക്ഷേപമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? മരണത്തിന്റെ വ്യാപാരി എന്നല്ലേ അദ്ദേഹത്തെ വിളിച്ചത്? നിങ്ങൾക്ക് അധിക്ഷേപമായിട്ട് തോന്നിയിട്ടില്ലേ? നിങ്ങളുടെ കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകൾ അദ്ദേഹത്തെ ഫിക്കു എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് അധിക്ഷേപമായിട്ട് തോന്നുന്നില്ലേ? നിങ്ങളുടെ ടോപ്പ് ലീഡേഴ്സിൽ ഒരാളായിട്ടുള്ള മണിശങ്കർ അയ്യർ നരേന്ദ്രമോദിജിയെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു സാധാരണ ചായക്കടക്കാരനാണ്, അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ഇവിടെ വന്ന് ചായ വിൽക്കാം എന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് അധിക്ഷേപമായിട്ട് തോന്നുന്നില്ലേ? ഈ അധിക്ഷേപങ്ങൾ ഇങ്ങോട്ട് മാത്രം തരാനുള്ളതല്ല,
ഇങ്ങോട്ട് തരുമ്പോൾ അങ്ങോട്ടും കുറെയൊക്കെ കിട്ടുമെന്നുള്ള കാര്യവും കൂടി അങ്ങേക്ക് ബോധ്യം ഉണ്ടാവണം. ഇങ്ങോട്ട് വരുന്നതിനെ നെഞ്ചു വിരിച്ച് നിന്ന് നേരിടുവാനും അതിനെ കൃത്യമായിട്ട് കൗണ്ടർ ചെയ്യുവാനും അതിൽ വിജയം നേടുവാനും ഞങ്ങൾക്ക് കഴിയുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് 303 സീറ്റുമായിട്ട് ഇന്ത്യ ഭരിക്കുന്നതും 2024 ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ 370 സീറ്റുമായിട്ട് ഇന്ത്യ വീണ്ടും ഭരിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നതും. അപ്പൊ കിട്ടുമ്പോൾ കരയുക മാത്രം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ശ്രീ അനിൽ ബോസെ, താങ്കളുടെ നേതാവിനോട് പറയുക, ധീരമായിട്ട് പൊളിറ്റിക്സ്, ബ്രേവ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് പഠിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറയുക. ശരി. ശ്രീ ഷാജി ജോസഫ്, റായ്ബറേലിയിൽ മത്സരിക്കുവാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനം ഇത് ഇന്ത്യ സഖ്യത്തിന് ഊർജം പകരുന്നതാണോ, ഗുണകരമാകുന്നതാണോ? മഞ്ജുഷേ, രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ മത്സരിക്കുക, അത് അമേഠിയിൽ മത്സരിക്കുക എന്ന ഒരു പരിഗണനയിലും ചിന്തയിലുമായിരുന്നു ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസ് പാർട്ടിയിൽ ഇന്ന് സംജാതമായിരിക്കുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷനെ വലിച്ചു നീട്ടി നോമിനേഷൻ കൊടുക്കേണ്ട ദിവസം വരെ കൊണ്ടുപോകുന്ന ഒരു രീതി, അത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലവിലെ സംഘടനാ രീതികളും സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെയും രാഷ്ട്രീയ തന്ത്രജ്ഞതയുടെ ഒരു അപജയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്നാൽ മഞ്ജുഷ് ചോദിച്ച ചോദ്യത്തിന്, അവിടെ അമേഠിക്കും റായ്ബറേലിയും ഇടയിൽ എവിടെ മത്സരിക്കണമെന്ന് നേരത്തെ അനിൽ ബോസ് ഒക്കെ പറഞ്ഞു, അതൊക്കെ പാർട്ടിയുടെ തീരുമാനമാണ്, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ രാജ്യത്ത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒന്നുണ്ട്. തന്ത്രങ്ങൾ മെനയുന്ന പാർട്ടിയാണ് BJP. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ തന്ത്രങ്ങൾ കൊണ്ട് ആദ്യത്തെ വോട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ വെല്ലുവിളിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അവിടെയാണ് നമ്മൾ ഇതിനെ, ഈ ഒരു തീരുമാനത്തെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു എന്ന് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. വയനാട്ടിൽ അദ്ദേഹം ഒരു ഷുവർ ഷോട്ട് വിജയത്തിലേക്കാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഉത്തർപ്രദേശിൽ റായ്ബറേലിയിലെ മത്സരത്തിലേക്ക് അദ്ദേഹം നീങ്ങുന്നതിന്റെ പുറകിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സോണിയാഗാന്ധി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ AICC പ്രസിഡന്റായിട്ട് മല്ലികാർജുൻ ഖാർഗെ ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്കറിയാം കോൺഗ്രസിലെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്. റായ്ബറേലി എന്ന് പറയുന്നത് പണ്ട് മുതലേ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ എഴുതി ചേർക്കപ്പെട്ട എത്ര അധ്യായങ്ങളുണ്ടോ ആ അധ്യായങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സീറ്റാണ് അമേഠിക്കും അപ്പുറം റായ്ബറേലി. സോണിയാഗാന്ധി ഇനി മത്സരത്തിനില്ല എന്നൊരു തീരുമാനമെടുത്താൽ ഗാന്ധി കുടുംബത്തിലെ അടുത്ത പിൻഗാമി അതാരായിരിക്കണം എന്നതിനും ചോദ്യത്തിനും കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ അതിന് ഉത്തരം കണ്ടെത്തി. എന്നാൽ അങ്ങനെ ഒരു രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു പിൻഗാമിയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ BJPയെ ഫലവത്തായി പരാജയപ്പെടുത്തി ഭരണം തിരിച്ചു പിടിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടു എന്നിരിക്കുമ്പോഴും കോൺഗ്രസിനുള്ളിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം, പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തിലേക്ക് വരണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിന് വളരെ കൃത്യമായ ഒരു മറുപടിയാണ് ഇന്ന് ഗാന്ധി കുടുംബം, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്നെടുത്തിരിക്കുന്നത്. സോണിയാഗാന്ധിക്ക് ശേഷം കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബത്തിന്റെ വളരെ കൃത്യമായ പിൻഗാമി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആയിരിക്കും. അതിലൊരു കൺഫ്യൂഷൻ കോൺഗ്രസിനുള്ളിലോ കോൺഗ്രസിന് പുറത്തോ പ്രതിപക്ഷ കക്ഷികളുടെ മനസ്സിലോ ഉണ്ടാകാൻ പാടില്ല എന്നതിന്റെ ഒരു തീരുമാനമാണ് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കട്ടെ എന്ന തീരുമാനം. പിന്നെ അമേഠിയിൽ നിന്ന് അദ്ദേഹം ഓടിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പ്രതിപക്ഷ പാർട്ടികളോടുണ്ട്, അല്ലെങ്കിൽ ഭരണകക്ഷിയോടുണ്ട്. അത് ലാൽകൃഷ്ണ അഡ്വാനി ആണെങ്കിലും വാജ്പേയിജി ആണെങ്കിലും അവരുമൊക്കെ അവരുടെ ട്രഡീഷണൽ സീറ്റുകൾ വിട്ട് മറ്റ് സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ട്. 2014 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2 സീറ്റിലാണ് മത്സരിച്ചത്. വഡോദരയിലും
നമ്മുടെ വാരണാസിയിലും. എന്തുകൊണ്ടാണ് അന്ന് 2 സീറ്റിൽ മത്സരിച്ചത്? കാരണം BJPക്കും മോദിക്കും വിജയത്തിന്റെ കാര്യത്തിൽ വാരണാസിയിൽ പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ അന്നത്തെ ഭരണകക്ഷി ഉൾപ്പെടുന്ന പാർട്ടികൾ, BJP വിരുദ്ധ പാർട്ടികൾ ഒന്നിച്ചാൽ അതൊരു വെല്ലുവിളിയാകുമോ എന്ന സംശയം ഉണ്ടായിരുന്നത് കൊണ്ടാണ് സ്വന്തം നാട്ടിലെ ഹോം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അദ്ദേഹം മത്സരിക്കുന്നത്. ഇതുപോലെ തന്നെ രാഹുൽ ഗാന്ധി 2019 2 സീറ്റിൽ മത്സരിച്ചു, അമേഠിയും വയനാടും. ഇതിന്റെ കാരണവും മറ്റൊന്നല്ല, അത് തന്നെയാണ് ഇതിന്റെയും കാരണം. ശരിയാണ്, ഈ 2 സീറ്റിൽ മത്സരിക്കുന്നത് വലിയ അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഏത് സീറ്റ് തിരഞ്ഞെടുക്കുന്നു എന്നതിലാണ് രാഷ്ട്രീയം വരുന്നത്. അതുപോലെ ഒരു കാര്യം കൂടി താങ്കൾ പറയുക, ഇപ്പോൾ LDF കേരളത്തിൽ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിക്കുകയായിരുന്നുവെന്ന്. അതിന് കാരണമായിട്ട് പറയുന്നത് ഈ വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ അമേഠിയിലോ റായ്ബറേലിയിലോ ഒരിടത്ത് മത്സരിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാക്കണമായിരുന്നു എന്ന്. അത് അമേഠിയാണെന്നുള്ള സസ്പെൻസ് നിലനിർത്തി. അപ്പോൾ വയനാട്ടുകാർ വിശ്വസിച്ചു അമേഠിയിൽ എന്തായാലും രാഹുൽ ഗാന്ധി തോൽക്കാൻ പോവുകയാണല്ലോ, അപ്പോൾ വയനാടിനെ തന്നെ നിലനിർത്തുമെന്ന്. പക്ഷേ റായ്ബറേലി എന്ന് പറയുന്നത് ഷുവർ സീറ്റാണ്. ഇക്കാര്യം മറച്ചു വെക്കുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ 2ഇടത്തും വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വയനാട്ടിലെ ഉപേക്ഷിക്കാൻ പോവുകയാണല്ലോ എന്ന്. അപ്പോൾ വഞ്ചിക്കുകയായിരുന്നു, ആ സമയത്ത് പറഞ്ഞില്ല, വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാത്രം മനസ്സ് തുറന്നു. ഇതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ LDFന്റെ ഇപ്പോൾ കേരളത്തിലെ ഈ ഒരു നിലപാടിനെ? ഒരു കാരണവശാലുമില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ആ ആരോപണത്തെ ഞാൻ വെറും രാഷ്ട്രീയ ആരോപണമായി മാത്രമാണ് കാണുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നാളെ താൻ ഉപയോഗിക്കാൻ പോകുന്ന ആയുധം എന്താണെന്ന് തന്റെ പ്രതിരോധികളോട് നേരത്തെ വിളിച്ചു പറയുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിശൂന്യത. BJPയെ സംബന്ധിച്ചിടത്തോളം അമേഠിയിലാണോ റായ്ബറേലിയിലാണോ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ പോകുന്നത് എന്നൊന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ ശ്രമകരമായിരുന്നു. അതിന്റെ കാരണം, രാഹുൽ ഗാന്ധിയാണ് അമേഠിയിൽ മത്സരിക്കുന്നതെങ്കിൽ ആ രീതിയിൽ തങ്ങളുടെ ആയുധങ്ങളെ കോപ്പ് കൂട്ടിയനെ അവർ. എന്നാൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി എത്തുന്നെങ്കിൽ അവിടെ വളരെ ശക്തനായ ഒരു പ്രതിയോഗിയെ കൊണ്ട് എത്തിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പിനുള്ള സമയമോ നമ്മൾ ഈ കോൺഗ്രസ് കൊടുത്തില്ല എന്നുള്ളതാണ്. ശരി, അതൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു കോൺഗ്രസിന്റെ എന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ അനിൽ ബോസ്, യുവരാജ് ഗോകുൽ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി നൽകുക. താങ്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയുണ്ടായി, അമേഠിയിൽ സ്മൃതി ഇറാനിയെ നേരിടാൻ KL ശർമ്മ മതി, അതിന് രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഇല്ല എന്ന്. അതിന് അദ്ദേഹം മറുപടി നൽകി. മറ്റൊരു കാര്യം കൂടി താങ്കൾ പറഞ്ഞിരുന്നുവല്ലോ, അവിടെ ഈ അമേഠിയിൽ മറ്റു കോൺഗ്രസ്സുകാർക്കാർക്കും അവസരം കൊടുക്കുന്നില്ല, ഗാന്ധി കുടുംബം മാത്രമേ മത്സരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒരു വിശാല മനസ്കത കാണിച്ചു ഇത്തവണ അമേഠിയിൽ ഒരു കോൺഗ്രസ് പ്രവർത്തകന്, ഒരു നേതാവിന് അവസരം നൽകി എന്നുള്ളത്. ഇതിന് രണ്ടിനും ഇവിടെ യുവരാജ് മറുപടി നൽകിയിരുന്നു. അതിനുള്ള താങ്കളുടെ ആ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? യുവരാജിനുള്ള മറുപടി. ഒന്ന്, ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഒരുപാട് ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പൂലൻ ദേവി അടക്കം ഉള്ള ആളുകൾ, വർഷങ്ങളോളം ജയിലിൽ കിടന്ന ആളുകളടക്കം ജയിലിൽ കിടന്ന് മത്സരിച്ച് പാർലമെന്റിലേക്കൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ ഒരു ചർച്ചയിലേക്ക് പോകുന്ന ഉചിതമല്ല എന്നുള്ളതുകൊണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ കിട്ടും. സ്മൃതി ഇറാനി ആരാണ് എന്ന് ഇന്ത്യൻ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പം ഞാൻ പറയാം, ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആലപ്പുഴ നിന്നുമാണ്. ആലപ്പുഴയിലെ മാരാരിക്കുളം നിയോജകമണ്ഡലം എന്ന് പറയുന്നത് CPMന്റെ പേരെഴുതി വെച്ചാൽ ജയിക്കുന്ന മണ്ഡലമാണ്. മുഖ്യമന്ത്രിയാകാൻ VS അച്യുതാനന്ദൻ 5 വർഷം കാലാവധിയുള്ള ഒരു ഗവൺമെന്റിന് 1 വർഷം മുന്നേ തെരഞ്ഞെടുപ്പാക്കി മത്സരിച്ചാൽ നിങ്ങൾക്കറിയാലോ. അവിടെ PJ ഫ്രാൻസിസാണ് ജയിച്ചത്. അതുകൊണ്ട് VS അച്യുതാനന്ദനേക്കാൾ വലിയ നേതാവായി പോയി എന്ന് ധരിക്കണം. അങ്ങനെയാണോ പൊളിറ്റിക്കൽ ചർച്ചകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിബേറ്റുകളിൽ നമ്മൾ വിലയിരുത്തേണ്ടത്? അങ്ങനെയാണോ? VS അച്യുതാനന്ദനെ അന്ന് PJ ഫ്രാൻസിസ് പരാജയപ്പെടുത്തിയതുകൊണ്ട് PJ ഫ്രാൻസിസ് ഇന്ത്യയിലെ വലിയ നേതാവായി, അദ്ദേഹത്തെ ഈ രാജ്യം മുഴുവൻ ആദരിക്കുന്നയാളായി, അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കുക, അങ്ങനെയാണോ? എനിക്കറിയില്ല. എൻ്റെ അറിവിലും ബോധ്യത്തിലും അങ്ങനല്ല. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിജയമാണ്. അതിനെ ഒരു രാഷ്ട്രീയ വിജയം എന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും പല നേതാക്കളെയും ബാധിക്കുന്ന അങ്ങനെയാണ്. ശ്രീ K കരുണാകരൻ പരാജയപ്പെട്ടിട്ടില്ലേ? ഇന്ദിരാഗാന്ധി തന്നെ പരാജയപ്പെട്ടിട്ടില്ലേ ഈ കോൺസ്റ്റൻസി റായ്ബറേലി? ഇല്ലേ? അപ്പൊ അത് തെരഞ്ഞെടുപ്പിൽ കുടുംബമാണ്. ഫിറോസ് ഗാന്ധി മത്സരിച്ചു, ഇന്ദിരാഗാന്ധി മത്സരിച്ചു, സോണിയാഗാന്ധി മത്സരിച്ചു എന്നുകൊണ്ടല്ല. ഇന്ദിരാഗാന്ധി തോറ്റ കോൺസ്റ്റൻസിയാന്നേ, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ഇവിടുത്തെ പ്രശ്നം എന്താ?
ഇവിടുത്തെ പ്രശ്നം രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിച്ചും പുലഭ്യം പറഞ്ഞും മാത്രം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ക്രെഡിബിലിറ്റി നിലനിർത്താൻ കഴിയുമായിരുന്നു. കുറച്ച് വർഗീയതയും കുറെ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങളും ഒക്കെ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു വാല്യൂ കിട്ടുമായിരുന്നു സ്മൃതി ഇറാനിക്ക്. ഇപ്പൊ അതില്ല. അവിടെ ഒരു സാധാരണക്കാരൻ മത്സരിക്കുകയാണ്. ഒരു VVIP കാൻഡിഡേറ്റ് അല്ല അവിടെ മത്സരിക്കുന്നത്. ഗ്രൗണ്ടുമായി ബന്ധമുള്ള ഒരാളെ പെട്ടുപോയി. സ്വാഭാവികമായി അവിടെ ചർച്ച ചെയ്യപ്പെടും. വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടും. സിലിണ്ടറും ചുമന്ന് നടന്ന സ്മൃതി ഇറാനി അവിടെ ചർച്ച ചെയ്യപ്പെടും. പെട്രോൾ വില അവിടെ ചർച്ച ചെയ്യപ്പെടും. മറ്റതങ്ങനല്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ആക്ഷേപം പറഞ്ഞ് പ്രസംഗിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു. കോമഡിയാക്കി കൊണ്ടങ്ങ് നടന്നാൽ മതിയായിരുന്നു. ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക, ആക്ഷേപിക്കുക, യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതിയായിരുന്നു. ഇപ്പൊ അവിടെ വികസനം ചർച്ചയായാണ്. കാരണം രാഹുൽ ഗാന്ധി അല്ലാതെ ഒരു സാധാരണക്കാരൻ വരുമ്പോൾ അവൻ അവിടുത്തെ രാഷ്ട്രീയം ചർച്ച ചെയ്യോടെ. മനസ്സിലായില്ലേ? ഒരു സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്യുന്ന നല്ല രാഷ്ട്രീയമൊന്നും പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുവായ വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയമൊന്നും അവിടെ ഉയർന്നു വരും. അവിടെ അതാ ഞാൻ പറഞ്ഞത്, ഇന്നലെ വരെ കോൺഗ്രസ് അവിടെ രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കും. വയനാട്ടുകാർക്ക് അറിയാൻ പാടില്ലേ രാഹുൽ ഗാന്ധി വേറൊരു സ്ഥലത്ത് മത്സരിക്കുകയില്ല എന്ന് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ വയനാട്ടുകാർ? രാഹുൽ ഗാന്ധി രണ്ടിടത്ത് മത്സരിക്കുമെന്ന് ആർക്കാ അറിയാത്തത്? അത് ഏത് കോൺസൻസി എവിടെ എപ്പോൾ എന്നുള്ളത് പാർട്ടി ഉചിതമായ സമയത്ത് തീരുമാനിക്കും. അതിപ്പോൾ ഇന്ത്യ സഖ്യത്തിലുള്ള CPM-ഉം CPI-യും ഒക്കെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി കാണിച്ചത് മോശമായി പോയി എന്ന്. ഇപ്പോൾ ആനി രാജയും അങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് പറയാമായിരുന്നുവെന്ന്. രാഷ്ട്രീയമാണ് ആ ആരോപണം. പക്ഷെ അങ്ങനെ ആരോപണമാണെങ്കിലും അതിന് മറുപടി പറയേണ്ട ബാധ്യത കോൺഗ്രസിനുണ്ട്. കാരണം CPM-ഉം CPI-യും ഇന്ത്യയിലുള്ളവരാണ്, ഇന്ത്യ സഖ്യത്തിലുള്ളവരാണ്. അല്ല, അവരോട് ഞങ്ങൾക്ക് കൃത്യമായ മറുപടി ഉണ്ടല്ലോ. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ തന്നെ ഇവരിതേ ആക്ഷേപം ഉന്നയിച്ചല്ലോ. അമേഠിയിലും വയനാട്ടിലും മത്സരിച്ചപ്പം ഇതേ ആക്ഷേപം ഉന്നയിച്ചില്ലേ? രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലേ? അവിടെ ഒരു കോൺഗ്രസ്സുകാരൻ മത്സരിക്കത്തില്ലേ വയനാട്ടിൽ? അതിലെന്താ പ്രസക്തി? ആ പറയുന്ന ആക്ഷേപത്തിന് എന്ത് പ്രസക്തി? ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഇടത് സഖ്യം എന്ന് പറയുന്നതാണല്ലോ CPM അല്ലെങ്കിൽ CPI എന്ന് പറയുന്നത്. ഇവരേതെങ്കിലും ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് BJPക്കെതിരെ മത്സരിക്കുന്നുണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ ധാർമ്മികമായിട്ട് BJPക്കെതിരെ മത്സരിക്കാൻ ഞങ്ങൾക്ക് ആ സീറ്റ് തരണമെന്ന് പറയാതെ കോൺഗ്രസ് ഞങ്ങൾ മത്സരിച്ചിരുന്ന 7 സീറ്റ് വിട്ടുകൊടുത്തപ്പോൾ അവർക്ക് പറയായിരുന്നല്ലോ ഞങ്ങൾക്ക് ഈ സീറ്റ് വേണ്ട, BJPക്കെതിരെ, നരേന്ദ്രമോദിക്കെതിരെ, അല്ലെങ്കിൽ അമിത്ഷായ്ക്കെതിരെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നേതാവിനെതിരെ മത്സരിക്കാൻ ഒരു സീറ്റ് ഞങ്ങൾ ഈ ഒരു പോരാട്ടത്തിന്റെ ഭാഗമായി ഞങ്ങൾ പിണറായി വിജയനെ കൊണ്ടുപോയി മത്സരിപ്പിക്കുമെന്ന് പറയായിരുന്നല്ലോ, യെച്ചൂരിയെ കൊണ്ടുപോയി മത്സരിപ്പിക്കുമെന്ന് പറയായിരുന്നല്ലോ, പ്രകാശ് കാരാട്ടിനെ കൊണ്ടുപോയി മത്സരിപ്പിക്കുന്ന, എന്തിനാ ആനി രാജയുടെ കെട്ടിയോൻ D രാജയെ കൊണ്ട് മത്സരിപ്പിക്കാമായിരുന്നല്ലോ? മത്സരിപ്പിക്കാൻ പാടില്ലേ? ഒരു വീട്ടിൽ നിന്ന് 2 പേർക്ക് മത്സരിക്കാമല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, D രാജയെ കൊണ്ട് നോമിനേഷൻ കൊടുപ്പിക്കാൻ മേലായിരുന്നു. അപ്പൊ ആ പറയുന്നതിലൊന്നും യാതൊരു ഔചിത്യവുമില്ല, അതിലൊന്നും ഒരു കാര്യവുമില്ല. ഇത് കേരളത്തിന്റെ ആംഗിളിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി CPM CPI നേതാക്കൾ നടത്തുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ്. അത് വെള്ളത്തിൽ വരച്ച വര പോലെ അല്ലെങ്കിൽ ചെമ്പുനാളിന് പുറത്ത് കിടക്കുന്ന വെള്ളം പോലെ മാത്രമേ ഞങ്ങൾ ഇത് കാണുന്നുള്ളൂ. ഇതൊന്നും താൽക്കാലിക നിലനിൽപ്പിന് വേണ്ടി പറയുന്ന ആക്ഷേപങ്ങൾ മാത്രമായിട്ട് ഞാനതിനെ കാണുന്നുള്ളൂ. ഇവിടെ ഷാജി ജോസഫ് ചില നിരീക്ഷണങ്ങൾ നടത്തി. ഞാനതിനെ പിന്നെ എതിർക്കാനുമില്ല അനുകൂലിക്കാനുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതിൽ പോലും ഒരു നിഷ്പക്ഷ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞതിൽ ഒരു പൊളിറ്റിക്സ് ഇല്ലേ? ഞങ്ങൾ എവിടെ മത്സരിക്കുന്നു, എങ്ങനെ മത്സരിക്കുന്നു. അപ്പൊ രാഹുൽ ഗാന്ധിയെ പർപ്പസ്ഫുള്ളായി ടാർഗറ്റ് ചെയ്യാൻ എന്തെല്ലാം ആക്ഷേപങ്ങളുണ്ട്. ഇലക്ട്രോണിക് മിഷനെ സംബന്ധിച്ചുള്ള ആക്ഷേപം, നിയമ പോരാട്ടം, മറ്റു കാര്യങ്ങളൊക്കെ നടക്കുകയില്ലേ? അതിൽ ഇപ്പോഴും ഇന്ത്യൻ പൊതുസമൂഹം അവിശ്വസിക്കുന്ന സന്ദർഭത്തിൽ നിൽക്കുന്ന കാലത്തല്ലേ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞ കോൺഗ്രസിലെ ഒരു രാഷ്ട്രീയമാണ് പറഞ്ഞത്. സോണിയയ്ക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് രാഹുൽ എന്നുള്ള ഉത്തരം നൽകുന്നു. അതുകൊണ്ടാണ് പ്രിയങ്കയെ മത്സരിപ്പിക്കാതെ രാഹുലിനെ റായ്ബറേലിയിൽ ഞാൻ പക്ഷെ രാഹുൽ റായ്ബറേലിയിൽ ജയിച്ചു കഴിഞ്ഞാൽ വയനാടിനെ ഉപേക്ഷിക്കുകയല്ലേ ചെയ്യുകയുള്ളൂ. അപ്പോൾ പ്രിയങ്ക വീണ്ടും അവിടെ മത്സരിക്കുമെന്നാണോ? അല്ലേ, നിങ്ങൾ തോക്കിൽ കയറി എന്തിനാ വെടിവെക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യത്തിന് തീരുമാനിച്ചോളാന്ന്. നിങ്ങൾ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന്. നിങ്ങൾ ഈ പാവപ്പെട്ടവൻ അരി, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തെ കുറിച്ച് ആശങ്കപ്പെട്ട് ചർച്ച ചെയ്യും. രാജ്യത്ത് 543 പാർലമെന്റ് സ്ഥാനാർത്ഥികളിൽ ഒരു മുസ്ലിമിനെ പോലും മത്സരിപ്പിക്കാതെ രാജ്യത്തെ ജനങ്ങളെ 2ആയി തരംതിരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യും. മനസ്സിലായില്ലേ? രാജ്യത്തെ ജനങ്ങളെ വേദനിപ്പിക്കുന്ന, പരസ്പരം ആയുധമെടുത്ത് കലഹിക്കാൻ പ്രേരിപ്പിക്കുന്ന വർഗീയതയെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. മത്സരിച്ച് ചോദിക്കാമായിരുന്നുവല്ലോ. നിങ്ങൾക്ക് അതാണെങ്കിൽ അമേഠിയിൽ പോയി അപ്പോൾ അവിടെ ഒളിച്ചോടുകയായിരുന്നു എന്നുള്ള ചോദ്യം എത്ര പറഞ്ഞാലും തോൽവി ഭയന്ന് ഒളിച്ചോടി 2019 നഷ്ടപ്പെട്ട അമേഠി സീറ്റ് വീണ്ടെടുക്കാൻ രാഹുൽ ഗാന്ധി പറ്റിയില്ല എന്നുള്ളതാണ്. CPM ആണോ? CPM-ന്റെ കാര്യം ഞാൻ ചോദിക്കുന്ന അല്ല, ഭയമല്ല, ഞങ്ങളുടെ അമിതമായ ആത്മവിശ്വാസമാണ്.
ഭയമല്ല, നിങ്ങൾ വികസനം ചർച്ചയാക്കുക, വികസന പ്രശ്നങ്ങൾ ചർച്ചയാക്കുക എന്ന് പറയുമ്പോൾ അമേഠിയിൽ പോയി അത് ചോദിക്കുവാനുള്ള ആർജവം ഉണ്ടാകേണ്ടത് രാഹുൽ ഗാന്ധിക്കായിരുന്നു, അല്ലാതെ ഒരു ഷുഗർ സീറ്റിൽ പോയി മത്സരിക്കുകയല്ല വേണ്ടിയിരുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മഞ്ജുഷോ ഇവർ ഉണ്ടാക്കുന്ന നരേറ്റീവിനനുസരിച്ചല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഞങ്ങൾ കമ്മിറ്റി ജയിക്കാൻ രാഹുൽ ഗാന്ധി വേണ്ട എന്ന കൃത്യമായ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു സാധാരണ പാർട്ടി നേതാവിനെ ഞങ്ങൾ അവിടെ ഇറക്കുകയാണ്. ആ മണ്ഡലവുമായി ബന്ധമുള്ള ഞങ്ങളെ തോൽപ്പിച്ച് കാണിച്ചു തരാതെ നിങ്ങൾ വിളിക്കുക ജൂൺ 4 രാത്രി എന്നെ ഡിബേറ്റിന്. രാഹുൽ ഗാന്ധിക്ക് മണ്ഡലവുമായി ബന്ധമില്ല. ഒരു സെക്കൻഡ് താങ്കൾ, ഞാൻ ഒരു മിനിറ്റ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചാൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. ആ ഭൂരിപക്ഷം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. പക്ഷെ KL ശർമ്മ മതിയെന്ന് ഞങ്ങൾക്ക് സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്ട്രാറ്റജി നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഏതൊക്കെ നിലയിലാണ് ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് നിങ്ങളോട് പറയേണ്ടതുണ്ടോ? ശരി, ഞാൻ ചോദിക്കട്ടെ, അവസാന നിമിഷം വരെ മൂടി വെച്ചത്, അത് ഷാജി ജോസഫിന്റെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു, അവസാന നിമിഷം വരെ മൂടി വെച്ചത് ആ തന്ത്രം BJP അറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അല്ല, അതിനകത്ത് എനിക്ക് ഫസ്റ്റ് ആദ്യം അനിൽ ബോസിനോട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, താങ്കൾ അങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുപോലെ എനിക്ക് കംപ്ലീറ്റ് ഞാൻ ചോദിച്ചോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനാ ഒറ്റപ്പാലത്ത് ആലത്തൂരിൽ കൊണ്ടുപോയി സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ മത്സരിപ്പിച്ച് എന്തിനാ? കൊല്ലത്തെ ഒരു MLA കൊണ്ടുപോയി കൊല്ലം പാർലമെന്റ് മത്സരിപ്പിച്ച് എന്തിനാ? നിങ്ങൾ പറയുന്നേ. അപ്പൊ ഓരോ പാർട്ടിയും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും, മനസ്സിലായില്ലേ? അപ്പൊ ആ ഓരോ പാർട്ടിയുടെ പ്രിവിലേജ് ആണ് ആര് മത്സരിക്കണം, എവിടെ മത്സരിക്കണം എന്നുള്ളത്. ഏത് പാർട്ടി അല്ല അജണ്ട. ശരിയാണ്, തോൽക്കുന്ന ഒരു സീറ്റിൽ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്, പാർട്ടിയുടെ തന്ത്രം തന്നെയാണ്. ശരിയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, തോൽക്കുന്ന സീറ്റല്ല, ഒരു സംശയം വേണ്ട. മഞ്ജു പേഴ്സണലായി ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ശരി, ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ആയിക്കോട്ടെ. നിങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? ഒരു ആങ്കർ എന്നുള്ളതിനെ താങ്കൾ തയ്യാറാണോ? ആയിക്കോട്ടെ. അമേഠിയിൽ ആര് ജയിക്കും എന്നുള്ളതാണോ? അല്ല, എല്ലാ ഡിബേറ്റിലും അല്ല. ചലഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാവും. റിസൾട്ട് ഉണ്ടാവും. ഇവിടെ യുവരാജ് പറഞ്ഞു 303 സീറ്റ് BJPക്ക് ഒറ്റയ്ക്കുണ്ട്. അല്ലല്ല, യുവരാജ് പറഞ്ഞതിന് മറുപടി പറയട്ടെ. ഞാൻ പറഞ്ഞതിനുള്ള മറുപടി മാത്രമല്ലല്ലോ. യുവരാജ് പറഞ്ഞത് 303 സീറ്റ് BJPക്ക് ഉണ്ടെന്നാണ്. ഞാൻ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ BJPയും BJPയുടെ സഖ്യകക്ഷികളും കൂടി ഇപ്പോൾ 353 ഉണ്ടെങ്കിൽ അത് 230 പോലും തികക്കില്ല. ജൂൺ 4 നമുക്ക് ബോധ്യപ്പെടാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. സഖ്യകക്ഷികളും തികക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ. ശരി, ഇക്കാര്യത്തിനല്ല, ഈ അമേഠിയിലെ തന്ത്രം, അമേഠിയിലെയും ഒരു കാര്യം പറയട്ടെ. ഇദ്ദേഹം ശ്രീ അനിൽ ബോസ് ചർച്ചയുടെ ആദ്യ റൗണ്ടിലും സ്മൃതി ഇറാനിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യംഗ്യാർത്ഥത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ടാമത്തെ റൗണ്ടിലും അദ്ദേഹം അത് സൂചിപ്പിച്ചു. ഞാൻ ആദ്യത്തെ റൗണ്ടിൽ അത് വളരെ ഒരു സബ്റ്റിലായിട്ട് പോയതുകൊണ്ട് ഞാനത് വിട്ടു. രണ്ടാമത്തെ റൗണ്ടിൽ അദ്ദേഹം കുറച്ചുകൂടിയും അതിൻ്റെ ഗ്രാവിറ്റി കൂട്ടിയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, അവിടെ സെർച്ച് ചെയ്താൽ മതി, ഭൂമിശാസ്ത്രം കിട്ടും, ആ ശാസ്ത്രം കിട്ടും എന്നൊക്കെ പറഞ്ഞു. അനിൽ ബോസിനോട് എനിക്ക് അങ്ങോട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്മൃതി ഇറാനിയെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഭൂമിശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഒക്കെ കണ്ടുപിടിക്കുന്നതിനൊപ്പം അങ്ങയുടെ നേതാവായ സോണിയാഗാന്ധിയെ കുറിച്ച് കൂടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവരുടെ ഭൂമിശാസ്ത്രവും അവരുടെ ജ്യോതിശാസ്ത്രവും ഒക്കെ കൂടി കണ്ടുപിടിക്കുവാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ്. ഓക്കെ, പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ ഇത്തരത്തില് പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ഇത്തരത്തില് വ്യക്തിഹത്യ ചെയ്യുന്ന തലത്തില് അങ്ങ് ഇവിടെ ഇരുന്നു കൊണ്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് അങ്ങ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത്. എന്താണ്? അങ്ങയുടെ സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധിയെ പരിഹസിക്കരുത്, അപഹസിക്കരുത് എന്നൊക്കെ. ഈ രണ്ടും കൂടി ഒരുമിച്ച് ഓടില്ല എന്നുള്ള കാര്യം ഞാൻ അങ്ങേ വിനീതമായിട്ട് കാര്യം. രണ്ടാമത്തെ കാര്യം, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ റായ്ബറേലിയിൽ മത്സരിക്കുകയോ അമേഠിയിൽ മത്സരിക്കുകയോ വയനാട്ടിൽ പോയി മത്സരിക്കുകയോ ഗോകർണത്തിൽ പോയി മത്സരിക്കുകയോ ഇത് ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയമല്ല. ഈ വിഷയത്തിൽ ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചത് കൊണ്ട് ഞങ്ങളുടെ അഭിപ്രായം പറയേണ്ടി വരുന്നത് കൊണ്ട് പറയുന്നതാണ്. പക്ഷേ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത് വയനാട്ടുകാരെ വഞ്ചിക്കുന്ന അത് BJPയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്. ഞാൻ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പിന്നിൽ എന്താണ്? അങ്ങനെ വയനാട്ടുകാരെ വഞ്ചിച്ചു എന്ന് പറയുമ്പോൾ അത് അനിൽ പറയുന്ന കാര്യം വയനാട്ടുകാർക്ക് അറിയാമായിരുന്നുവല്ലോ എന്തായാലും
എന്തായാലും രാഹുൽ മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുമെന്ന്? രാഹുൽ ഗാന്ധി അതിനു മുമ്പ് പ്രചരണം നൽകിയിരുന്നു. ഞാനിത് രണ്ടാമത്തെ സീറ്റിൽ മത്സരിക്കാൻ പോവുകയാണെന്ന് പറയാം. ഇവരെ തന്നെയല്ലേ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയമായ സ്ട്രാറ്റജി ആയിരുന്നു. ഇപ്പൊ ഷാജി ജോസഫ് സാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പരിധിവരെ കോൺഗ്രസിനെ ഫേവർ ചെയ്താണ് സംസാരിക്കാൻ ശ്രമിച്ചതെങ്കിൽ അടിച്ചതൊരു സെൽഫ് ഗോളാണ്. എന്താണ്, രാഹുൽ ഗാന്ധി ആരും അറിയാതെ തലയിൽ കൂടെ മുണ്ടിട്ട് അവിടെ ചെന്ന് മത്സരിക്കുകയായിരുന്നു. എന്തിനാണ്? പ്രത്യേകിച്ച് ഒരു കരുത്തനായ സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരു പാവപ്പെട്ട സ്ഥാനാർത്ഥിയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും റായ്ബറേലിയിൽ കടന്നുകൂടി പോവാം. ഇതായിരുന്നു കോൺഗ്രസിന്റെ സ്ട്രാറ്റജി. കോൺഗ്രസിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭരണം പിടിക്കുക എന്നുള്ളതല്ല. രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും തലയിൽ കൂടെ മുണ്ടിടിപ്പിച്ചിട്ടായിരുന്നാലും പാർലമെന്റിലേക്ക് കൊണ്ടിരുത്തുക എന്നുള്ളത് മാത്രമാണ് സ്ട്രാറ്റജി. അല്ലാണ്ട് വേറെ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കില്ല. പിന്നെ ഞങ്ങൾ 303 എന്തായാലും നിങ്ങൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ, നിലവിലെ NDAക്ക് 230 കിട്ടുമെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അനിൽ ബോസ്, ഞാൻ നിങ്ങളോട് തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇത്തവണയെങ്കിലും 55 എംപിമാരെ കിട്ടുമോ പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? നിങ്ങൾ ഇന്ന് ഇന്ത്യ മുന്നണി എന്നും പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കിയിട്ട് മത്സരിക്കുന്നുണ്ടല്ലോ. ഈ പറയുന്ന ഒരു പാർട്ടി ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മുന്നണിക്ക് മൊത്തമായിട്ടെങ്കിലും 55 സീറ്റ് കിട്ടും പ്രതിപക്ഷ നേതാവിനെ വേണ്ടിയിട്ട്. ഇല്ല, അതാണ് നിങ്ങളുടെ അവസ്ഥ. അതാണ് നിങ്ങളുടെ അവസ്ഥ. പിന്നെ നിങ്ങൾ ഈ ഡൽഹിയിലോ എന്താണ് മുസ്ലിം പോലും നിർത്താത്തതെന്നൊക്കെ പറഞ്ഞു ഞാനൊരു 11 സംസ്ഥാനങ്ങളുടെ പേര് വായിക്കാൻ. ഡൽഹി, പഞ്ചാബ്, ഗുജറാത്ത്, ഹരിയാന, തെലങ്കാന, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഹിമാചൽ പ്രദേശ്, ഈ 11 സംസ്ഥാനങ്ങളിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുടെ പേര് കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഇല്ലല്ലോ. അപ്പൊ ഇതാണ് നിങ്ങളുടെ അവസ്ഥ. നിങ്ങളുടെ പല നേതാക്കളും രാജിവെച്ച് പോകുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗുജറാത്തിലാണെന്ന് തോന്നുന്നു നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ രാജിവെച്ച് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ പറയുന്ന മുസ്ലിം പ്രേമമൊന്നും പറയണ്ട. നിങ്ങൾ ഗുജറാത്തിലും UP-യിലും ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്ന തലത്തിൽ തന്നെയാണ് ജാതി മത സമവാക്യം നോക്കിയിട്ട് നിങ്ങൾ കാൻഡിഡേറ്റിനെ നിശ്ചയിക്കുന്നത്. പക്ഷേ ഇവിടെ വന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. മുസ്ലിം പ്രീണനം നടത്തുകയാണ് കോൺഗ്രസ് എന്നാണല്ലോ പ്രധാനമന്ത്രി പറയുന്നത്, ഈ OBC സംവരണം എടുത്തു കാട്ടിക്കൊണ്ട്. അല്ല, പ്രധാനമന്ത്രി പറയുന്നതിനകത്ത് വാസ്തവമുണ്ട്. കാരണം ഇതിന്റെ അകത്തേക്ക് ആരാണ് ഇപ്പൊ കർണാടകത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന സംഭവമാണ്. എന്താണ്, OBC-യുടെ സംവരണം എടുത്തിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റി കൊടുക്കാൻ പോണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സംവരണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മറ്റെന്തെങ്കിലും വഴി അല്ലാതെ OBC-യുടെ സംവരണം വെട്ടിക്കുറച്ചിട്ടല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റി കൊടുക്കേണ്ടത്. ചോദിക്കേണ്ടതുണ്ട്. അനിൽ, ഈ വയനാട്ടുകാർക്ക് അറിയാമായിരുന്നുവല്ലോ രാഹുൽ മറ്റൊരു സീറ്റിൽ മത്സരിക്കുമെന്നുള്ള കാര്യം. അവർ പൊട്ടന്മാരാണോ എന്ന് താങ്കൾ ചോദിച്ചിരുന്നു. പക്ഷെ വയനാട് എന്ന് പറയുന്നത് എന്റെ കുടുംബമാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വയനാടിനെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന്. റായ്ബറേലിയിലും വയനാട്ടിലും ഒരേ സമയം മത്സരിക്കുമ്പോൾ രാഹുലിന് പറയാൻ കഴിയുമോ ജയിച്ചാൽ ഏത് സീറ്റ് ഉപേക്ഷിക്കും, ഏത് സീറ്റ് നിലനിർത്തും എന്നുള്ള കാര്യം? രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായി നിങ്ങൾ ചർച്ച ചെയ്യണം. ഇവർ ഈ മുസ്ലിം സംവരണത്തെ കുറിച്ച് മറുപടി പറഞ്ഞില്ല. കാര്യങ്ങൾ പലവട്ടം ഒരു ചർച്ച ചെയ്യുന്നുണ്ട്. ഇവരുടെ ഘടകകക്ഷിയാണ് തെലുങ്ക്. അല്ല, ഞാൻ മറുപടി പറയാം. നിങ്ങളുടെ ഇഷ്ടത്തിന് മാത്രമല്ലല്ലോ മറുപടി പറയണ്ടേ. ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു മുസ്ലിം അല്ലല്ല, അതിന് സ്ട്രേറ്റ് ആയിട്ട് മറുപടി പറയലല്ല. ഞങ്ങൾക്കെതിരെ വരുന്ന ഗൗരവപരമായ ആക്ഷേപത്തിന് മറുപടി പറയണം. മുസ്ലിം സംവരണം എന്ന് പറയുന്നത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നടപ്പിലാക്കുകയില്ല എന്ന് നരേന്ദ്രമോദി പറയുന്നു. ഈ സ്റ്റാൻഡ് ആന്ധ്രാപ്രദേശിലെ പ്രകടന പത്രികയിൽ ഇവർക്കുണ്ടോ? ഇവരുടെ മുന്നണിയിലെ ഘടകകക്ഷിയായ തെലുങ്ക് ദേശം പറയുന്നത്, ചന്ദ്രബാബു നായിഡു പരസ്യമായി പ്രസംഗിക്കുന്നത്, അവരുടെ മാനിഫെസ്റ്റോയിൽ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് സംവരണം കൊടുക്കണം എന്ന് തന്നെയാണ്. ഇവരതിനെ ചലഞ്ച് ചെയ്യുന്നുണ്ടോ? ജീവനുള്ള കാലത്തോളം സംവരണം കൊടുക്കുകയില്ല എന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് ചന്ദ്രബാബു നായിഡുവിനെ തള്ളി പറഞ്ഞുകൊണ്ട് ആ തീരുമാനത്തെ തിരുത്താൻ, ആ മാനിഫെസ്റ്റോ തിരുത്താൻ ആർജവമുണ്ടോ, നട്ടലുണ്ടോ? അതവർ പറയണം. അതൊരു പൊളിറ്റിക്സ് ആണ്. പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു, MP ആയി. വയനാട് കുടുംബമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ എങ്ങനെ ഒരു മനുഷ്യൻ കൈത്താങ്ങായി നൽകുമോ ആ കൈത്താങ്ങായി രാഹുൽ ഗാന്ധി ഉണ്ടാവും. ആ കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു ആശങ്കയില്ല. അതൊക്കെ ഇപ്പം അല്ല, വയനാട് ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി 2 പാർലമെന്റ് മത്സരിച്ചല്ലോ, 2 കോൺസ്റ്റൻസി മത്സരിച്ചില്ലേ? അത് യുക്തമായ സ്ഥലമാണ്.
പാർട്ടിയാണ് തീരുമാനിക്കുന്നത് എവിടെ രാജിവെക്കണം, എപ്പോൾ രാജിവെക്കണമെന്ന് തീരുമാനിക്കുന്നത്. അത് വയനാട്ടിലെ ജനങ്ങൾക്ക് നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യവും കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നോ രാഹുൽ ഗാന്ധിയിൽ നിന്നോ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, നാളെ ഉണ്ടാകത്തുമില്ല. ആ കാര്യത്തിലൊന്നും ഒരു ആശങ്കയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് കേരളത്തിലെ പൊളിറ്റിക്സിൽ വെച്ച് CPM-നെ സൂപ്പിക്കണം, BJP-യെ സൂപ്പിക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചർച്ച ചെയ്തു. ഷാജി ജോസഫ് ഈ ഉത്തർപ്രദേശിൽ തന്നെ അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയും ഈ അമേഠിയിലും റായ്ബറേലിയിലും ഗാന്ധി കുടുംബത്തിൽ ആളുകൾ മത്സരിക്കണമെന്ന കാര്യത്തിൽ അത് വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടിരുന്നതല്ലേ? നാളെയും നിങ്ങൾ തുടർന്നോളൂ, പരാതിയില്ലെന്നേ. ശരി, ശ്രീ ഷാജി ജോസഫ്, അങ്ങനെ വരുമ്പോൾ ഈ രണ്ടിടത്തും ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആളുകൾ മത്സരിച്ചുവെങ്കിൽ അതിന് കൂടുതൽ ഊർജ്ജം ഉണ്ടാകുമായിരുന്നുവല്ലോ ഇന്ത്യ സഖ്യത്തിന്. ഇതിപ്പോൾ മടിച്ച് മത്സരിക്കുന്ന പോലെ ആയില്ലേ റായ്ബറേലിയിലേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവ്? ഇന്ത്യ സഖ്യത്തിന് എന്ത് ഉണർവ് ഇതിലൂടെ കിട്ടുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? മഞ്ജുഷേ, ഈ റായ്ബറേലിയെയും അമേഠിയെയും കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചരിത്രപരമായി അറിയേണ്ടതുണ്ട്. 1977 പരാജയത്തിന് ശേഷം ശ്രീമതി ഇന്ദിരാഗാന്ധി മത്സരിക്കുന്നത് വീണ്ടും അമേഠിയിലും പിന്നീട് ആന്ധ്രാപ്രദേശിലെ മേഡക്കിലുമാണ്. അവിടെ മത്സരിച്ച് ജയിച്ച ഇന്ദിരാഗാന്ധി അമേഠി വിട്ടു, മേഡക് നിലനിർത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പറയുന്ന തീരുമാനങ്ങൾക്കൊക്കെ പുറകിൽ ആ സമയത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയമാണ് അവരുടെ മനസ്സിൽ നിൽക്കുന്നത്. രാഷ്ട്രീയക്കാർ ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട് എന്റെ കുടുംബമാണെന്ന് പറഞ്ഞു. അതെ, അദ്ദേഹത്തിന്റെ കുടുംബമാണ്, കാരണം ഹി റിപ്രസെന്റ്സ് വയനാട്. അതിലെന്താണ് മാറ്റം ഇരിക്കുന്നത്? പക്ഷെ പ്രശ്നം എന്താണെന്നറിയുമോ? നമ്മൾ ഈ പറയുന്നതിനെയൊക്കെ അതേ വാക്കുകളുടെ മുഴുവൻ അർത്ഥത്തിൽ മാത്രം ഗ്രഹിക്കുന്നു. അതിന്റെ പുറകിൽ ഒരു രാഷ്ട്രീയ ബുദ്ധിയുണ്ട് എന്നത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഗോകുൽ അല്പം മുമ്പ് പറഞ്ഞല്ലോ ഞാൻ സെൽഫ് ഗോൾ അടിച്ചെന്ന്. ഗോകുൽ ആദ്യം അറിയേണ്ടത്, ഗോകുലിന് എന്നെ കുറിച്ച് വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ മേലെന്ന് എനിക്ക് ഗോകുലിന്റെ ആദ്യത്തെ പ്രസ്താവന കേട്ടപ്പോഴേ മനസ്സിലായി. ഗോകുലെ, ഞാൻ ഗോൾ പോസ്റ്റ് ഇല്ലാതെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ സെൽഫ് ഗോളും അടിക്കാറില്ല, മറ്റൊരു പാർട്ടിക്ക് വേണ്ടിയും ഗോൾ അടിക്കാറില്ല. അത്രയും മാത്രമേ ഞാൻ അതിന് മറുപടി പറയുന്നുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന ചോദ്യമാണ് എന്നോട് ചോദിച്ചത്. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞത്, അസന്നിഗ്ധമായി കോൺഗ്രസിന്റെ പിൻഗാമി മറ്റാരുമല്ല, എത്ര പ്രാവശ്യം പരാജയപ്പെട്ടാലും അത് രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കുമെന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി ഈ രാജ്യത്തോട് വിളിച്ചു. പക്ഷെ അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന് എന്ത് ഗുണമാണുള്ളത്? കോൺഗ്രസിന്റെ പിൻഗാമി ആരാണ് എന്നുള്ള കാര്യം ഇന്ത്യ സഖ്യത്തിന് ഒരു പ്രശ്നമേ അല്ലല്ലോ. അവിടെ സമാജ്വാദി പാർട്ടിയാണ് കോൺഗ്രസിനേക്കാൾ ബലവത്തായ പാർട്ടി ഇന്ത്യ സഖ്യത്തിലെ ഉത്തർപ്രദേശിൽ. അപ്പോൾ ഈ ഇങ്ങനെ ഒരു സന്ദേശം നൽകിയിട്ട് സഖ്യത്തിന് പ്രത്യേകിച്ച് എന്ത് ഗുണമാണുള്ളത്? രാഹുൽ ഗാന്ധിയെ സഖ്യം തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിച്ചിട്ടുമില്ല. അവിടെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയം. നിങ്ങൾ മനസ്സിലാക്കണം, BJP വിരുദ്ധത പ്രസംഗിച്ചുകൊണ്ട് BJPയെ അധികാരത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടരാക്കണമെന്ന ഒരു ലക്ഷ്യത്തോടുകൂടി രൂപീകരിക്കപ്പെട്ട ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. എന്നാൽ ഈ മുന്നണി രൂപീകരിച്ചതിന് ശേഷമുണ്ടായ പല സംഭവങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പുറകിലെ കാതലായ പ്രശ്നം എന്ന് പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഒരു പള്ളി പണിയുമ്പോൾ അതിനുള്ളിൽ ഒരു കുരിശുപള്ളിയും കൂടെ പണിയാനുള്ള അവരുടെ ഒരു ഉദ്ദേശമുണ്ട്. അതാണ് ഇന്ത്യ മുന്നണിക്ക് ഒരു പ്രധാനമന്ത്രി കാൻഡിഡേറ്റായി രാഹുൽ ഗാന്ധിയെ അനൗൺസ് ചെയ്യുന്നതിൽ താല്പര്യമില്ല എങ്കിൽ ഈ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ അസന്നിഗ്ധനായ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണെന്നും ഈ മുന്നണി അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ രാഹുൽ ഗാന്ധി തന്നെയായിരിക്കും പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് എന്ന കാര്യത്തിൽ കോൺഗ്രസിന് സംശയമില്ല, ഗാന്ധി കുടുംബത്തിന് സംശയമില്ല എന്നാണ് അവർ കൊടുക്കുന്ന സന്ദേശം. ആ രാഷ്ട്രീയമാണ് മനസ്സിലാക്കേണ്ടത്. ഗാന്ധി കുടുംബത്തിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ സംഘടനാ രാഷ്ട്രീയത്തിൽ വളരെ ശക്തമായ രീതിയിൽ പ്രിയങ്ക ഗാന്ധി പ്രവർത്തിക്കുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തിയാൽ ഗാന്ധി കുടുംബത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒന്നിലധികം അധികാര സ്ഥാനങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് കോൺഗ്രസിന് അറിയാം.
അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടാൽ പ്രിയങ്കയെയും രാഹുലിനെയും നേരിട്ടും അല്ലാതെയും സ്വാധീനിക്കാൻ കഴിവുള്ള പല നേതാക്കളും ചേർന്ന കോൺഗ്രസിനുള്ളിൽ ഒരു പവർ പൊളിറ്റിക്സ്, അധികാര വടംവലി ഉണ്ടാക്കുമെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അസന്നിഗ്ധമായി സോണിയാഗാന്ധിയുടെ തീരുമാനം രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കട്ടെ എന്ന്. പിന്നെ നിങ്ങൾ പറഞ്ഞു സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കുന്നത് ഒരു സാധാരണക്കാരനാണെന്ന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, KL ശർമ്മ എന്ന് പറയുന്നത് ആരാണ്? പുറകോട്ട് ചിന്തിക്കുമ്പോൾ ക്യാപ്റ്റൻ സതീഷ് ശർമ്മ മുതൽ ഇങ്ങോട്ട് രാഹുൽ ഗാന്ധിയുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്ന ക്യാപ്റ്റൻ സതീഷ് ശർമ്മ മുതൽ ഇങ്ങോട്ട് മത്സരിക്കുമ്പോൾ എല്ലാ മത്സരങ്ങളെയും കൃത്യമായി നിയന്ത്രിക്കുകയും അതിന് വേണ്ട വളവും എല്ലാ രീതിയിലുള്ള പിന്തുണയും കൊടുത്തുകൊണ്ട് അമേഠി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഞാൻ പല പ്രാവശ്യം കവർ ചെയ്തിട്ടുള്ളതാണ്. അമേഠി ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നെടുനീളെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ആളാണ് KL ശർമ്മ. അദ്ദേഹം ലുധിയാനയിൽ നിന്നുള്ള ആളാണ്. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു മൈനസ് പോയിന്റ് അല്ല. കാരണം BJPയുടെ കാൻഡിഡേറ്റും ഒരു ഔട്ട്സൈഡറാണ്. അങ്ങനെ ഒരു ഔട്ട്സൈഡർ എന്ന് പേര് വിളിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, പക്ഷെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സ്മൃതി ഇറാനി അമേഠിയിലെ ജനങ്ങൾക്കിടയിൽ ഒരു സ്ഥാനമുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിനൊന്നും ഒരു സംശയവുമില്ല. കോൺഗ്രസിന്റെ പരമ്പരാഗത സീറ്റുകളിൽ വിള്ളൽ വീഴ്ത്തണമെന്നുള്ള കോൺഗ്രസ് മുക്ത് ഭാരതം എന്ന ഒരൊറ്റ നീക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 5 വർഷം സ്മൃതി ഇറാനിയെ അവിടെ MP ആക്കി രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും സ്വാധീനത്തിൽ നിന്ന് അമേഠിയെ വലിച്ചു പിടിക്കുക എന്ന ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നത്. അതുകൊണ്ടാണ് കോൺഗ്രസിന് പോലും ഒരു കാര്യം അറിയാം, അമേഠിയിൽ ശക്തമായ മത്സരം കൊണ്ടുവരണമെന്ന്. ഇത്രയും നാളും അവിടെ നടന്ന മത്സരങ്ങളൊക്കെ ഒരു റിഫ്ലക്റ്റീവ് പൊളിറ്റിക്സ് ആണ് നടന്നുകൊണ്ടിരുന്നത്. ഗാന്ധി കുടുംബത്തിലെ ഒരാൾ മത്സരിക്കുന്നു, അവിടുത്തെ ലോക്കൽ കോൺഗ്രസുകാർ വളരെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് എന്താണ്? അത് നേരത്തെ കോൺഗ്രസ് മനസ്സിലാക്കിയിരുന്നു അവിടെ പരാജയം ഉണ്ടാകുമെന്ന്. അതിന്റെ കാരണം 2019 തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയോട് അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ പോലും കുറെ അകലം പാലിച്ചു. അതിന്റെ കാരണം പ്രാദേശികമാണ്. എന്നാൽ KL ശർമ്മയുടെ നേതൃത്വത്തിൽ പിന്നീട് ഇങ്ങോട്ട് കഴിഞ്ഞ 5 വർഷവും കോൺഗ്രസിന്റെ പ്രാദേശിക ഘടകത്തെ ശക്തമാക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ആ ഒരു ശക്തി കോൺഗ്രസ് വീണ്ടെടുത്തിരിക്കുന്ന ഒരു ശക്തി അമേഠിയിൽ സ്മൃതി ഇറാനിക്ക് വലിയ വെല്ലുവിളികൾ ഉയർത്താൻ കോൺഗ്രസിന് സാധിക്കുന്നു. അതുകൊണ്ടാണ് പ്രാദേശിക നേതാക്കളെ തന്നെ കൂടെ നിർത്തിക്കൊണ്ട് KL ശർമ്മയെ മുൻനിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം ഉണ്ടായത്. ശരി ശരി ശ്രീ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ യുവരാജ് ഗോകുൽ, ഇതാണ് അവിടുത്തെ പൊളിറ്റിക്സ് ആയിട്ട് അദ്ദേഹം ഗ്രൗണ്ട് ലെവൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അദ്ദേഹം ഒരു സെൽഫ് ഗോൾ അടിച്ചു എന്നുള്ളത് താങ്കൾ പറയുന്നുണ്ടായിരുന്നല്ലോ. അത് ഈ കാര്യമാണോ? ഈ രാഹുൽ ഗാന്ധിയാണ് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള കാര്യം എടുത്തു കാണിക്കുന്നു. അത് ഇന്ത്യ സഖ്യത്തിന് കൂടി നൽകുന്ന ഒരു സൂചന അല്ലേ ഇതിനകത്ത്? ശ്രീ ഷാജി ജോസഫ്, ഞാൻ താങ്കളുടെ ഇപ്പം താങ്കൾക്ക് എനിക്ക് താങ്കളുടെ ഒന്നും ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിച്ചിട്ട് നമുക്ക് ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയില്ല. നമ്മുടെ മുമ്പിൽ കേൾക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഒരാൾ പറയുന്ന പൊളിറ്റിക്സ് ഏത് ഭാഗത്തേക്കാണ് എന്ന് നമ്മൾ അസസ്മെൻറ്റിൽ വരിക. രാഹുൽ ഗാന്ധി വയനാട്ടിലും അമേഠിയിലും മത്സരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് താങ്കൾ തന്നെ ഇപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞു. അതായത് അമേഠിയിൽ രാഹുൽ ഗാന്ധി തോക്കും എന്നുള്ള കാര്യം കോൺഗ്രസിന് വളരെ നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായെന്നുള്ള കാര്യം താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതേ താങ്കളാണ് ഫസ്റ്റ് റൗണ്ടിൽ നരേന്ദ്രമോദി വഡോദരയിലും വാരണാസിയിലും മത്സരിക്കുന്ന സാഹചര്യത്തിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പ്രധാനമന്ത്രി അന്ന് മത്സരിച്ചല്ലോ, അതുപോലെയാണോ? അല്ല. കാരണം കോൺഗ്രസ് നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തി അസ്മിത നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിലേക്ക് പോകേണ്ടത്. ഗുജറാത്തിലെ 26 ജയിക്കുക എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിയുടെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് UP-യിൽ ഒരു വലിയൊരു തരംഗം ഉണ്ടാക്കുക, ഓളം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നരേന്ദ്രമോദിജിയുടെ ആവശ്യമാണ്. അദ്ദേഹം കാശിയിലേക്ക് പോകുമ്പോൾ, കാശി വിശ്വനാഥന്റെ മണ്ണിലേക്ക് പോകുമ്പോൾ അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് UP-യിൽ മറ്റൊന്നായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന പൊളിറ്റിക്കൽ, ഇതിനെയാണ് ഞാൻ ബ്രേവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞത്, പൊളിറ്റിക്കലി കൃത്യമായിട്ട് ഈ 2 സംസ്ഥാനങ്ങളെ ഇളക്കി മറിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പോയത്. അതുപോലെയാണ്
അതുകൊണ്ടാണോ അമേഠിയിൽ തോക്കുമെന്ന റിപ്പോർട്ട് വരുമ്പോൾ അദ്ദേഹം ഒരാൾ വയനാട്ടിൽ കൂടി സേഫ് സീറ്റ് നോക്കി മത്സരിക്കാൻ വരുന്നത്? അപ്പോൾ ഇതിനെ രണ്ടിനെയും താങ്കൾ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഞാൻ താങ്കളുടെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിനെ എന്ത് എന്നാണ് മനസ്സിലാക്കേണ്ടത്? അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ അതിന് ആ വിഷയത്തിൽ മറുപടി പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് താങ്കളുടെ വ്യക്തിപരമായി ഞാൻ സംസാരിച്ചതല്ല. ഒരു മറുപടി പറഞ്ഞോളൂ. 2 സീറ്റിൽ മത്സരിക്കുന്നത് എന്തോ മഹാപാപമാണ് എന്ന രീതിയിൽ രാഷ്ട്രീയത്തെ നിങ്ങൾ വിശദീകരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയം 2 സീറ്റിൽ മത്സരിക്കുന്ന രംഗങ്ങൾ പല പ്രാവശ്യം അല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ താങ്കളുടെ സ്റ്റേറ്റ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി പറയേണ്ടി വന്ന സാഹചര്യം അതാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പൊളിറ്റിക്കലി അത് രണ്ടും രണ്ടായിരുന്നു. 2 സീറ്റിൽ മത്സരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അദ്വാനിജി മത്സരിച്ചിട്ടുണ്ട്, വാജ്പേയി മത്സരിച്ചിട്ടുണ്ട്, ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് അങ്ങനെ 2 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ കേരളത്തിലെ കെ സുരേന്ദ്രൻ വരെ 2 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ് ഈ രണ്ടും ഒന്നല്ല എന്നാണ് പറഞ്ഞത്. നരേന്ദ്രമോദിജി പോയിരിക്കുന്നത് ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിന്റെ, ബ്രേവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ 2 സീറ്റിലെ മത്സരം എന്ന് പറയുന്നത് ഒരു ഒളിച്ചോട്ടമായിരുന്നു. ആ ഒളിച്ചോട്ടത്തിന് എടുത്ത് താങ്കൾ ശ്രമിച്ചപ്പോഴാണ് ഞാൻ താങ്കളോട് പറഞ്ഞത് താങ്കൾ അതൊരു കോൺഗ്രസ് ഫോർവേഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എടുത്തിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റിനകത്തൊരു സെൽഫ് ഗോൾ ഉണ്ട്. താങ്കൾ പറഞ്ഞതിനകത്തുള്ള ഒരു ലൂപ്പ് ഗോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. രാഹുൽ ഗാന്ധി ഇല്ലാത്ത ഒരു പാർലമെന്റ് ഉണ്ടാകാൻ പാടില്ല, ഒരു ലോക്സഭ ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധമുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഷുവർ സീറ്റിൽ കൂടി മത്സരിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. തീർച്ചയായിട്ടും അവിടെ മഞ്ജുഷ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അവിടെ തന്നെയാണ് പ്രശ്നം. ഇത് കോൺഗ്രസിനാണ് അവിടെ നിർബന്ധം വരുന്നത് രാഹുൽ ഗാന്ധി ഉണ്ടാവുക എന്ന് പറയുന്നത്. സി, രാഹുൽ ഗാന്ധി ഈസ് എ ലീഡർ. ഹി ഈസ് ദി വൺ ഹൂ ഷുഡ് ലീഡ് not only the Congress but also the entire alliance of them. അല്ലെ, ഈ ഒപ്പോസിഷൻ അലയൻസിനെ ലീഡ് ചെയ്യേണ്ട ലീഡറാണ് അയാൾ കാണിക്കേണ്ടിയിരിക്കുന്നത്. അദ്ദേഹം കാണിക്കേണ്ടിയിരുന്നത് എന്താണ്? ധീരമായിട്ട് മുന്നിലിറങ്ങി നിന്ന് പോരാടുക എന്നുള്ളതാണ്. പകരം അദ്ദേഹം വയനാട്ടിൽ പോയി നിൽക്കുന്നു, എന്നിട്ട് രാഖി രാമാനെ ഒളിച്ചു വന്നിട്ട് മറ്റാരും പ്രിപ്പയർഡ് ആകരുത് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. എന്ത് മെസ്സേജാണ് ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്ത് മെസ്സേജാണ് ഇവിടെ കൺവേ ആകുന്നത്? ഇതൊരിക്കലും ഒരു ലീഡറുടെ ഭാഗത്ത് ഉണ്ടാകില്ല. ഇത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു എൻറ്റയർ സിസ്റ്റം ഇവര് പറയുന്നത് പോലെ. ഇതുകൊണ്ടാണ് നരേന്ദ്രമോദിജി പറയുന്നത് അദ്ദേഹത്തെ ഷഹൻഷാ എന്ന് വിളിക്കുന്നത്, ഷെഹസാദ് എന്ന് വിളിക്കുന്നത്, രാജകുമാരൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ രാജകുമാരനെ ഒളിച്ച് കംഫർട്ടബിൾ ആക്കി കൊണ്ടുവന്ന് നിർത്തുകയാണ്? എന്താണ്, ഇദ്ദേഹം എങ്ങനെയെങ്കിലും കടന്നുകൂടി പോകണം, ഇദ്ദേഹം എങ്ങനെയെങ്കിലും പാർലമെന്റിന്റെ അകത്തേക്ക് കയറണം എന്നുള്ള ഉദ്ദേശത്തില് വളരെ കംഫർട്ടബിൾ ആക്കി കൊണ്ട് നിർത്തുകയാണ്. ഇതൊരു പോസിറ്റീവ് പൊളിറ്റിക്സ് അല്ല. ഈ ബ്രേവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞല്ലോ ഗോകുല്, ഞാൻ ആ ബ്രേവ് പൊളിറ്റിക്സ് ബി.ജെ.പിയിൽ ഒരു നേതാവിനുണ്ടെങ്കിൽ അത് ശ്രീ നരേന്ദ്രമോദി തന്നെ ആയിക്കോട്ടെ, അദ്ദേഹത്തിനുണ്ടെങ്കിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാകുമോ ഇല്ലയോ എന്ന് എന്നോടൊന്ന് പറയാമോ? അദ്ദേഹം ഓൾറെഡി അദ്ദേഹം തോൽക്കും എന്ന് ഉറപ്പിക്കുന്ന അവസ്ഥയിലൊന്നുമല്ലല്ലോ അദ്ദേഹം ഉള്ളത്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായിട്ട് റെപ്രസെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹം ലക്ഷങ്ങൾക്കധികം വോട്ടിന്റെ ലീഡിന് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം എന്തിനാണെന്ന് അവിടെ നിന്ന് ഒളിച്ചോടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്? അദ്ദേഹം വാരണാസിയിലെ എം പി ആയിട്ട് കഴിഞ്ഞ 10 വർഷം നിൽക്കുകയാണ്. അദ്ദേഹം വീണ്ടും അവിടെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അല്ലാണ്ട് അദ്ദേഹം മത്സരിച്ച് എവിടെയെങ്കിലും തോറ്റ ചരിത്രം നിങ്ങൾക്ക് എനിക്കൊന്ന് കാണിച്ചു തരാമോ? അത് എവിടെയെങ്കിലും മത്സരിച്ചു തോറ്റു അവിടെ അല്ലല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഞാൻ താങ്കളോട് ഒരു കാര്യം കൂടി പറഞ്ഞോളട്ടെ. 2009 2004 ബി.ജെ.പി തോറ്റ സീറ്റാണെന്ന് വാരണാസി, അല്ലാണ്ട് ബി.ജെ.പിയുടെ ഷുവർ സീറ്റ് ഒന്നും അല്ല വാരണാസി. 2004 മുരളി മനോഹർ ജോഷിയെ പോലെ ബി.ജെ.പിയുടെ ഏറ്റവും പ്രബലനായ നേതാവ് തോറ്റുപോയ മണ്ഡലമാണ് വാരണാസി. അവിടേക്കാണ് നരേന്ദ്രമോദി പോയത്. അത് ബ്രേവ് പൊളിറ്റിക്സ് ആണ്, താങ്കൾക്ക് മനസ്സിലാകത്താണ്. ശരി അനിൽ, ബ്രേവ് പൊളിറ്റിക്സ് എന്ന് കാട്ടിയാണ് യുവരാജ് ഗോകുൽ വെല്ലുവിളിക്കുന്നത്. ബ്രേവ് പൊളിറ്റിക്സ് എടുക്കുവാനായിട്ട് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നാണ്. ശരി ഷാജി, അത് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല? ഒരു സീറ്റിൽ ജയിക്കുന്നതിന് വേണ്ടി വയനാട്ടിലേക്ക് വന്ന് തോൽവി ഭയന്ന്, അതിന് ഗ്രൗണ്ട് റിയാലിറ്റി ഷാജി ഇവിടെ പറഞ്ഞു തോൽക്കാവുന്ന സീറ്റായിരുന്നു അമേഠി എന്ന്. അതായത് വയനാട്ടിൽ മത്സരിച്ച് രാഹുൽ ഗാന്ധി തോക്കുമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അല്ല, വയനാട്ടിലെ കാര്യമല്ലല്ലോ. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റ് അംഗമായാൽ മാത്രം മതിയെങ്കിൽ വയനാട്ടിൽ അല്ല, ഞാൻ പറയട്ടെന്ന്, നിങ്ങൾ ഈ എന്നെ മാത്രം എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്? നിങ്ങൾ ഇവരാരും സംസാരിച്ചപ്പോൾ ഡിസ്റ്റർബ് ചെയ്തില്ലല്ലോ. ഒരു മര്യാദ കാണിക്കണ്ടേ? ഒരു ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നവർ ചോദിക്കില്ലേ ഇതെന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന്? വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിൽ തോക്കുമെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ്. വയനാട്ടിൽ ജയിക്കും, സമ്മതിച്ചു. രണ്ടാമൊരു സ്ഥലത്ത് അല്ല,
അല്ല, ഞാൻ ചോദിക്കുന്നത് പാർലമെന്റ് അംഗമായാൽ മാത്രം മതിയെങ്കിൽ വയനാട്ടിൽ മത്സരിച്ചാൽ മതി. അത് പോരാ, ഞങ്ങൾക്ക് അത് പോരെന്നേ. ഞങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നേ. BJPക്കെതിരെ UP-യിൽ രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ആ നിർബന്ധത്തിൽ ഏറ്റവും പ്രധാനമായി ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. രാഹുൽ ഗാന്ധിയെ അപഹസിച്ചും വ്യക്തിഹത്യ ചെയ്തും തന്റെ കഴിവുകേടുകൾ മറച്ചുവെച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ കടന്നുകൂടാമെന്നാണ് വ്യാമോഹമെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കാതെ അവിടെ ജയിക്കാൻ കഴിയുന്ന, ഞങ്ങൾക്ക് ജയിക്കുമെന്ന് 100% ബോധ്യമുള്ള, രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നിരിക്കെ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിലും സ്മൃതി ഇറാനിയെ തോൽപ്പിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പൊളിറ്റിക്കലായി വിലയിരുത്തുന്ന ഒരാളെ ഞങ്ങൾ അവിടെ മത്സരിപ്പിക്കുന്നു. അതേസമയം BJPക്കെതിരെ നേർക്കുനേർ യുദ്ധത്തിന് റായ്ബറേലിയിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ ഇറക്കുന്നു. അതിലെന്താ തെറ്റ്? അതിലെന്താ തെറ്റെന്നേ? പിന്നെ വയനാട് വേണോ റായ്ബറേലി വേണോ എന്ന് ചോദിച്ചാൽ അന്നത്തെ പൊസിഷൻ, അന്നത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, അതിനനുസരിച്ച് പാർട്ടി തീരുമാനമെടുക്കും. ആ പാർട്ടി തീരുമാനമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ 2 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളതും ജയിച്ചു കഴിയുമ്പോൾ മറ്റൊരു മണ്ഡലം രാജിവെച്ചിട്ടുള്ളതും. ഇപ്പൊ തന്നെ സിറ്റിംഗ് MLA-മാരും സിറ്റിംഗ് മന്ത്രിമാരും സിറ്റിംഗ് MP-മാരും അടക്കമുള്ള ആളുകൾ, രാജ്യസഭാംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കല്ലേ? അപ്പൊ നമ്മള് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഒരു കാര്യം ഞാൻ ഷാജി ജോസഫ് പറഞ്ഞതിനോട് വളരെ കൃത്യമായി യോജിക്കാൻ തയ്യാറാണ്. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അവസാന വാക്ക്, ഒരു സംശയം വേണ്ട, അത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കിക്കൊണ്ട് ഞങ്ങൾക്കൊരു തീരുമാനവും ഇല്ല. അത് ഞങ്ങളുടെ പിന്നെ ഓപ്പണായ സ്റ്റാൻഡാന്നേ. ഞങ്ങൾക്ക് സോണിയാഗാന്ധിയെയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പൊസിഷൻ ഇല്ല. ആ കാര്യത്തിന് ആർക്കും ഒരു തർക്കം വേണ്ട. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ എടുക്കുന്നതിന് പാർട്ടിക്ക് വർക്കിംഗ് കമ്മിറ്റിയുണ്ട്, കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ട്, അതിന് മറ്റു ഭാരവാഹികളുണ്ട്. ആ തീരുമാനങ്ങൾ എടുക്കേണ്ട സന്ദർഭത്തിൽ അതൊക്കെ എടുത്ത് കൂടി ആലോചിച്ചും തന്നെയാണ് പോകുന്നത്. നിങ്ങൾ നേരത്തെ എന്താ പറയുന്നത്? രാഹുൽ ഗാന്ധിക്ക് സ്വന്തമായിട്ട് എഴുതിയെടുത്താൽ മതിയെങ്കിൽ അങ്ങ് എഴുതിയെടുത്താൽ മതിയായിരുന്നല്ലോ. KC വേണുഗോപാൽ എന്തിനാ സൈൻ ചെയ്ത് കൈപ്പത്തി ചിഹ്നം അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്? എന്തിനാ? രാഹുൽ ഗാന്ധിക്ക് അങ്ങ് പോക്കറ്റിൽ ഒരു പേപ്പർ എടുത്ത് സ്വന്തമായിട്ട് എഴുതിയാൽ മതിയെങ്കിൽ അങ്ങ് എഴുതിയാൽ പോരെ? കമ്മിറ്റി വേണ്ടല്ലോ. അപ്പൊ അങ്ങനല്ല. ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെതായ വ്യവസ്ഥകളുണ്ട്. ആരായാലും, അത് ആരെ സംബന്ധിച്ചായാലും അതിന് വ്യക്തമായ സമിതിയും സംവിധാനങ്ങളുണ്ട്. അത് തീരുമാനമെടുത്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു MP ആകുക എന്നുള്ളതല്ല, രാജ്യത്തെ പ്രതിപക്ഷ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയും 420 സീറ്റിൽ മത്സരിച്ചിരുന്ന ഞങ്ങൾ ഏതാണ്ട് 100ഓളം സീറ്റ് വിട്ടുകൊടുത്തിട്ടാണ് രാജ്യത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിന് ശക്തി പകരുന്നത്. ശരിയാണ്, അതിലൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഈ 2 സീറ്റിൽ മത്സരിക്കുന്ന വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് വലിയ കാര്യമായിട്ട് ആരും എടുത്തിട്ടില്ല. അത് സാധാരണ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. അതല്ലായിരുന്നു ചർച്ച എന്ന് പറയുന്ന ഇതായിരുന്നു, അമേഠിയിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ചില്ല എന്നതായിരുന്നു. ശരി, നന്ദി ശ്രീ അനിൽ ബോസ്, ശ്രീ യുവരാജ് ഗോകുൽ, ശ്രീ ഷാജി ജോസഫ്. ഇന്നത്തെ ആവശ്യമില്ല, രാഹുൽ ഗാന്ധിയെ അവിടെ ആവശ്യമില്ല. KL ശർമ്മ മതി. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്താണ് ഗോകുൽ? അല്ല, അതിനകത്ത് ഒറ്റ കാര്യത്തിൽ ഒരൊറ്റ കാര്യം മാത്രം. രാഹുൽ ഗാന്ധി ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ വയനാട് സേഫ് സീറ്റാണ്, എന്തുകൊണ്ട് റായ്ബറേലിയിൽ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളുടെ മുന്നണിയുടെ നേതൃത്വം കോൺഗ്രസിൽ തന്നെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ എവിടെന്നെങ്കിലും ഒരിടത്ത് നിന്ന് രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും പാർലമെന്റിൽ എത്തിക്കാന്ന് പറയുന്നതാണ് ആവശ്യം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അവിടുത്തെ ഒരു സേഫ് സീറ്റ് നോക്കി പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമേഠിയിൽ നിന്ന് തന്നെ മത്സരിക്കാമായിരുന്നല്ലോ. അമേഠിയിൽ നിന്ന് ഒരു സാധാരണ പ്രവർത്തകന് റായ്ബറേലി കൊടുക്കാൻ പാടില്ല. ഒരു സാധാരണ പ്രവർത്തകന് റായ്ബറേലി കൊടുത്തിട്ട് നിങ്ങൾക്ക് അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ മത്സരിപ്പിക്കായിരുന്നല്ലോ. നിങ്ങൾക്കൊരു സാധാരണ പ്രവർത്തകന് റായ്ബറേലി കൊടുത്തിട്ട് രാഹുൽ ഗാന്ധി അമേഠിയിൽ തന്നെ മത്സരിപ്പിക്കാമായിരുന്നല്ലോ. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ പോയിന്റ് ചോദ്യം ഇതായിരുന്നു: രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് ഗുണമോ? അതെ എന്ന് 63% പ്രേക്ഷകർ, അല്ല എന്ന് 35%. പോയിന്റ് അവസാനിക്കുന്നു. നന്ദി.